ായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് നമുക്ക് ഒരുമിച്ച് ദിവസം കൂടുവാൻ കഥാവുന്ന ഭാഗ്യകരമായ അവസരത്തെ ഓർത്ത് ഞാൻ ദിവസങ്ങളെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചതിനെ തുടർന്ന് കുറച്ച് കാര്യം കൂടി ഇന്ന് പറയുവാനായിട്ട് താല്പര്യമുണ്ട്. ന്യായമായ വിശദീകരണങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇച്ചിരി കൂടി വിശ്വാസം എന്നുള്ളതിനെ സംബന്ധിച്ച് അല്പം കൂടി വിശദീകരണം ആവശ്യമുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെന്നുള്ളത് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു. അല്പം ഒന്ന് വിശദീകരിക്കുന്നത് കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൾറെഡി മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഫോം ചെയ്തിട്ടുണ്ട്. ഫോം ചെയ്തിട്ടുള്ളതും പുതിയൊരാശയം നമ്മൾ മിക്സപ്പ് ആയി പോകുന്നതാണ്. അത് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യണം. പഠിക്കുമ്പോൾ അതൊക്കെ സെറ്റ് അസൈഡ് ചെയ്യുക. നമുക്കറിയാമല്ലോ, ബ്ലാക്ക് ബോർഡൊക്കെ അധ്യാപകർ ഉപയോഗിക്കും. ഞാനൊരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് മുമ്പിലുണ്ടായിരുന്ന അധ്യാപകൻ ആ ബോർഡിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വായിക്കാതെ പോയി. ഞാൻ വന്നപ്പോ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വാക്ക് എഴുതണം. ഒന്നോ രണ്ടോ വാക്ക് എഴുതണം. ഞാൻ ചോക്ക് എടുത്തു, ബോർഡിൽ നോക്കിയപ്പോ ഐ എം ഹെസിറ്റന്റ് ടു റാബിറ്റ് ഓൺ. ഈ പൊടിയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചോക്ക് കയ്യിലാക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എനിക്കൊന്ന് എഴുതുകയും വേണം. ആ ചോക്ക് പതുക്കെ രണ്ട് വല്ലതിനെ ഞാൻ പിടിച്ചോണ്ട് ഈ നിറച്ചെഴുതിയിരിക്കുന്നതിന് ഇടയ്ക്കോട്ടെ ഇവിടെ 2-3 സ്ഥലത്തായിട്ട് എനിക്ക് എഴുതാനുള്ളത് കിറുക്കി കൂട്ടി ഞാൻ എഴുതി വെച്ചാൽ ആദ്യത്തതും തിരിയത്തില്ല, പിന്നുള്ളതും ഞാൻ എഴുതും തിരിയത്തില്ല. ആ ഒരു കൺഫ്യൂഷനായി പോകും. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് തുടയ്ക്കണം. ആ ബോർഡെ കിടക്കുന്നവരെ തുടച്ച് കളഞ്ഞ് ചെയ്തെങ്കിലേ ശരിയാവും. അതുകൊണ്ടാണ് ടാബ്ലോ റാസ, ക്ലീൻ സ്ലേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് ഹാവ് എ ക്ലീൻ സ്ലേറ്റ് ബിഫോർ റൈറ്റിംഗ് ഡൗൺ സംതിങ്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ആദ്യം, എനിക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിരിക്കുക, ഒത്തിരി കാര്യം മനസ്സിലിരിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അതും ഇതും കൂടെ ചിലപ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം, സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്താട്ട് ഇതുവരെ മനസ്സിലുണ്ടാകുന്ന മുഴുവൻ നമുക്കൊരു മുകളിലോട്ടൊന്ന് മാറ്റിക്കുക. സത്യത്തിൽ അത് ചെയ്യുന്നത് മനസ്സിലുള്ള എന്താണെന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒന്ന് ചോദിച്ചൊന്ന് പറഞ്ഞ് അതൊന്ന് വെളിപ്പെടുത്തിയ ശേഷം പതുക്കെ പറയുക. സമയം കുറവായതുകൊണ്ടാണ് ഇച്ചിരി എളുപ്പവഴിയിലൊക്കെ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മണ്ഡലത്തിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ വിഭാവനം ചെയ്ത് ദൈവത്തിലുള്ള ആശ്രയബോധം കൊണ്ട് അത് കിട്ടണമെന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് അത് കിട്ടുമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു മനോനിരയാണ് പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ആ വസ്തുതയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. അത് കിട്ടണം എന്നുള്ള തീവ്രമായ ആഗ്രഹം. ആ ആഗ്രഹം നമ്മളിലങ്ങ് ശക്തിപ്പെടാൻ വിവിധ ഉപാധികൾ നമ്മൾ ഉപയോഗിക്കും. വിശ്വസിപ്പിക്കാൻ ശുശ്രൂഷകന്മാർ പല ഉപാധികൾ ഉപയോഗിക്കും. അവരുപയോഗിക്കുന്ന ഉപാധി അതിലൊന്നാണ്, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, നിങ്ങൾക്കൊരു കാര്യം വേണമെന്ന് പറഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ പോരാ. ഡു വൺ തിങ്, യു ചോക്ക് ഔട്ട് ഓൾ ദി ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ തിങ് യു വുഡ് എക്സ്പെക്ട് ടു ഹാവ്. വേണമെന്നുള്ള മുഴുവൻ അതിന്റെ വിശദീകരണം മുഴുവൻ കുറിച്ചു വെക്കുക. കുറിച്ചു വെച്ചിട്ട് അത് മനസ്സുകൊണ്ടങ്ങ് സ്വപ്നം കാണുക. മനസ്സ് സ്വപ്നം കണ്ട് അതങ്ങ് മൂർത്തീകരിക്കുക, വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്ത് അതങ്ങ് യാഥാർത്ഥ്യമാകും. അതങ്ങ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടാൻ കഴിയും. അതാണ് അവർ പറയുന്നത്, വിഷ്വലൈസ് ആൻഡ് റിയലൈസ്. പിന്നെ അവർ പറയും നെയിം ഇറ്റ് ആൻഡ് ക്ലെയിം ഇറ്റ്. മനസ്സിന്റെ ഒരു പ്രത്യേകമായ മണ്ഡലത്തിൽ, അല്ലെങ്കിൽ മനസ്സിന് ഒരു പ്രത്യേക മണ്ഡലത്തിലേക്ക് ആക്കി ഭാവനയിൽ ഇല്ലാത്ത ഒന്നിനെ സ്വപ്നത്തിൽ കരുപ്പിടിപ്പിച്ച് അതിനെ മൂർത്തീകരിച്ച് അത് കിട്ടുമെന്ന് തീവ്രമായി ആഗ്രഹിച്ച് അങ്ങനെ സ്വപ്നങ്ങളുടെ ലോകത്തിൽ അതിനെ അങ്ങ് യാഥാർത്ഥ്യവൽക്കരിച്ച് അത് നേടുന്നതിനെയാണ് ഇന്ന് പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത്.
അതിനൊരു സപ്പോർട്ടീവ് ഫോഴ്സ് എന്ന പോലെ വി മേക്ക് യൂസ് ഓഫ് ഗാഡ്. അതല്ല വേദപുസ്തകം പറയുന്ന വിശ്വാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത്രയും കാലം എനിക്ക് വ്യക്തമായല്ലോ, ശരിയല്ലേ? അതല്ല വിശ്വാസം. ഈ സാധാരണ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ആണ്, ക്രിയാത്മകമായ ചിന്തയുടെ ശക്തിയാണ്. പോസിറ്റീവ് തിങ്കിങ് വേണം നമുക്ക്. ഭൗമിക ലോകത്ത് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് വേണം, അത് നല്ലതാ. പോസിറ്റീവ് തിങ്കിങ് ഇല്ലെങ്കിൽ നമ്മളങ്ങ് അസ്തപ്രജ്ഞനായി പോകും, നമുക്കൊരു ധൈര്യം ഉണ്ടാകില്ല. നമുക്ക് ഭൗമികമായ മടൽ ഐ ക്യാൻ ഡു ദാറ്റ്, നമുക്കൊരു മാനസികമായ ഒരു ഉറപ്പൊക്കെ ഉണ്ടാകണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു മനോധൈര്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ വി ക്യാൻ അറ്റൈൻ ദാറ്റ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ക്രമീകൃതമായ ചുവടുകൾ വെക്കണം. അതൊക്കെ നമുക്ക് ലൗകിക ലോകത്തിൽ നമുക്ക് ആവശ്യമുണ്ട്, അതിനൊരു കുഴപ്പമില്ല. ഭൗമികമായ മണ്ഡലത്തിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ആത്മിക മണ്ഡലത്തിൽ വരുമ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്നാണ്. നമ്മൾ ചിന്തിക്കരുത്. ദൈവവചനം പറയുന്ന വിശ്വാസം വസ്തുതയിൽ കേന്ദ്രീകരിച്ചല്ല, പിന്നെയോ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുക. നമ്മൾ ആ വസ്തുതയെ അല്ല വിശ്വസിക്കുന്നത്, പിന്നെ നമ്മളൊരു വ്യക്തിയെയാണ് വിശ്വസിക്കുന്നത്. ഈ വസ്തുതയെ വിശ്വസിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു ക്രിയാത്മക ചേതനയുണ്ട്. ഐ ഹോപ്പ് ഐ മേക്ക് മൈസെൽഫ് ക്ലിയർ. Are the words too difficult for some? അതായത് there is a creative ability remaining dormant in every person. Deep down in the inner psyche there is a dormant power remaining. By a disciplined life and by calculated steps and by exercising mental power and by utmost concentration, for which these days people resort to the so-called yoga. And see, by such techniques you can revive the dormant creative capacity residing in you. You can revive it, and using that power you can cause even unreal things to emerge a concrete form first in our imagination, and that which emerges as if it is something concrete in our imagination slowly will come out into reality. അതാണ് യോഗ ചെയ്യുന്നത്. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ആ ചൈതന്യത്തെ ഉദ്ദീപിപ്പിച്ച് കാര്യങ്ങൾ നേടുകയാണ്. എന്നാൽ അത് തന്നെയാണ് നമ്മൾ ഇന്ന് ക്രിസ്തീയ മണ്ഡലത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫെയ്ത്ത് തിയോളജി എന്നൊരു റോങ് തിയോളജി നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. We have faith in faith, which ultimately is faith in our own creative ability. ലോകത്തിൽ അനേക മതങ്ങളുണ്ട്, എന്നാൽ ഒരു മതമുണ്ട് ഫൈനൽ അനാലിസിസിൽ എടുത്താൽ അതൊരു നിരീശ്വര മതമാണ്. അത് ബുദ്ധമതമാണ്. ബുദ്ധമതത്തിലെ ദൈവം ആരാ? ബുദ്ധൻ ദൈവമല്ല. ആ അൾട്ടിമേറ്റ് അനാലിസിസിൽ ബുദ്ധമതത്തിൽ അദ്വൈതം എന്ന ആശയമാണ്. അത് ഹിന്ദുയിസം പിന്നെ കടം കൊണ്ടല്ല ബുദ്ധമതത്തിൽ. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടല്ല ഒന്നാണെന്ന്. അദ്വൈതം, not two but one. You and I are not two but one. ദൈവം എല്ലാത്തിലും അന്തർലീനമായി കിടക്കുന്നു, നമ്മിലും ആ ദൈവത്വമുണ്ട്. അത് അദ്വൈതം. ദ്വയം മീൻസ് രണ്ട്, ആ ദ്വൈതം മീൻസ് രണ്ടല്ല ഒന്നാണ്. അതാണ് തത്വമസി. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ തത്വമസി. തത്വമസി മീൻസ് ഞാനാണ് നീ, നീയാണ് ഞാൻ. നമ്മൾ രണ്ടും രണ്ടല്ല ഒന്നാണെന്ന്. ചില ഹിന്ദിയിലെ ചില കവിതയിലൊക്കെ പറയുന്നുണ്ട്, അകത്തുള്ള ദൈവത്തെ നീ അവിടെ അന്വേഷിക്കേണ്ട കാര്യമില്ല. കബീർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഹിന്ദി കവി അതിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്,
കസ്തൂരിമാന് അവന്റെ ഉള്ളിലാണ് കസ്തൂരി. അപ്പൊ കസ്തൂരിയുടെ മണം, അവന്റെ ഉള്ളിലെ കസ്തൂരിയുടെ മണം അവന് കിട്ടുമ്പോ ആ ഉള്ളിലെ കസ്തൂരി മണക്കുമ്പോഴേക്കും ഇതെവിടുന്നായി മണം വരുന്നതെന്നും കണ്ട് കസ്തൂരിമാൻ പുല്ലിൽ മണത്ത് തപ്പി നടക്കുന്നത് പോലെയാണ് മനുഷ്യൻ പലപ്പോഴും ദൈവത്തെ തപ്പുന്നതെന്ന് കബീർ പറഞ്ഞിട്ടുണ്ട്. കസ്തൂരിമാൻ ഈ പുല്ലൊക്കെ തപ്പി നടക്കുക ഇതുപോലെ. അതല്ല, നീ കസ്തൂരിമാനെ നീ പുല്ലിനകത്തൊന്നും തപ്പണ്ട. ദ ഫ്രാഗ്രൻസ് ഇമാനേറ്റ്സ് ഫ്രം ഇൻസൈഡ് യു എന്ന് പറഞ്ഞ് അയാൾ പറയുന്നു നമ്മളിലാണ് ദൈവം. അപ്പം നമ്മളിലാ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളാ ദൈവം. അതാ അദ്വൈതം ഞാൻ പറഞ്ഞല്ലോ, രണ്ടല്ല ഒന്നാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളിതൊരു ദൈവിക ചൈതന്യം ദൈവം നിക്ഷേപിച്ചിരിക്കുക. നമ്മളിൽ ആത്മാവുണ്ട്. ദൈവം തന്റെ ആത്മചൈതന്യം ജീവശ്വാസത്തിലൂത്തിനാൽ മനുഷ്യനിൽ നിക്ഷേപിച്ചു. ആത്മാവായ ദൈവം അവിടുത്തെ ആത്മചൈതന്യം നമ്മിൽ നിക്ഷേപിച്ചു. ജീവശ്വാസത്തിലൂത്തിനാൽ ആത്മാവിലാണ് നമുക്ക് ആത്മാവായ ദൈവവുമായി സംസർഗമുള്ളത്, ഫെലോഷിപ്പുള്ളത്. എന്നാൽ അതല്ല ദൈവം. നമ്മളിൽ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു, യേശുക്രിസ്തു നമ്മിൽ വസിക്കുന്നു, പിതാവ് നമ്മിൽ വസിക്കുന്നു, ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു. തിരുവെടുത്ത് പറയുന്നു. ഞാൻ നേരം കിട്ടും, എനിക്ക് അവിടത്തിലേക്ക് വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കട്ടെ. നോക്കണേ, അപ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ആത്മാവല്ല. സ്തോത്രം. സർവവ്യാപിയായ ദൈവം ആണത്വമായി നമ്മിൽ എഴുന്നള്ളി വസിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. എല്ലാവരിലും വസിക്കുന്നു. അത് മനുഷ്യാത്മാവല്ല, ദൈവാത്മാവ് വേറെയാ. മൂന്നാത്മാക്കളെ കുറിച്ച് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാം. മനസ്സിലാവുന്നുണ്ടല്ലോ? മൂന്നാത്മാക്കളെ കുറിച്ച്. ഒന്ന് ദൈവാത്മാവ്, ദൈവമായ ആത്മാവ്. രണ്ട് മനുഷ്യാത്മാവ്, ദൈവം നമ്മളിൽ വെച്ചിരിക്കുന്ന ആത്മാവ്. മൂന്ന് ദുരാത്മാവ്, പിശാചിന്റെ ആത്മാവ്. ഇത് മൂന്നാണ്. സ്തോത്രം. അപ്പൊ നമ്മൾ മനുഷ്യാത്മാവ് കൊണ്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ അധിവസിക്കപ്പെട്ടിരിക്കുന്ന ദൈവവൈദ്യരിൽ ദൈവാത്മാവുണ്ട്, മനുഷ്യാത്മാവുണ്ട്. സ്തോത്രം. ഇത് രണ്ടും ഒന്നല്ല. സ്തോത്രം. ദൈവാത്മാവ് നമ്മിൽ വസിക്കുക. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കഴിയുന്നത്, പരിശുദ്ധാത്മാവിനെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നത്. എന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ബുദ്ധമതം പറയുന്ന ആ ആശയമല്ല. സ്തോത്രം. അപ്പോൾ അവർ പറയുന്നത് നമ്മളിലൊരു ചൈതന്യമുണ്ട്. ആ ക്രിയേറ്റീവ് കപ്പാസിറ്റിയെ ചിട്ടയായ ജീവിതചര്യകളാലും ആവർത്തിച്ചുള്ള ഉച്ചാരണത്താലും ഇങ്ങനെ ജ്വലിപ്പിച്ച് ആ ക്രിയേറ്റീവ് കപ്പാസിറ്റിയിലൂടെ നമുക്ക് ഇല്ലാത്ത കാര്യത്തെ ഉള്ളതുപോലെ നേടാൻ കഴിയുമെന്ന്. വ്യക്തമായോ? അതിനെ എന്തോ പറയുന്നവര് എന്തോ വിശ്വാസം പറയും അല്ലേ? മനസ്സിലായോ? അതല്ല വിശ്വാസം. അത് നമ്മളിൽ തന്നെ ഉള്ള ഒരു ധൈര്യമോ, ആത്മധൈര്യമോ, പോസിറ്റീവ് തിങ്കിങ്ങോ. നമ്മുടെ വിശ്വാസം നമ്മളിലല്ല കേന്ദ്രീകരിക്കേണ്ടത്, വസ്തുതയിലല്ല കേന്ദ്രീകരിക്കേണ്ടത്. നമ്മളുടെ വിശ്വാസം ദൈവത്തെ കേന്ദ്രീകരിക്കണം. ഇതാ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തുകൊണ്ടുണ്ടോ? അപ്പൊ നമ്മിൽ നിന്ന് മറ്റൊരു ആളത്വമാണ് ആര്? ദൈവം. സ്തോത്രം. ആ ദൈവം നമ്മളിൽ വസിക്കുക. അപ്പോൾ ബുദ്ധമതം അങ്ങനെ പഠിപ്പിക്കുന്നു. രണ്ടല്ല ഒന്നാണ്. അപ്പൊ ആത്യന്തികമായി പറഞ്ഞാൽ ബുദ്ധമതം നമ്മളിലുള്ള ദൈവത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, നമ്മളിലുള്ള മനുഷ്യനുള്ള ആത്മീയ മൂല്യം എന്നല്ലാതെ സ്തോത്രം മറ്റൊരു ദൈവത്തെ, പേഴ്സണൽ ഗാഡ്, ഒരു ദൈവത്തെ, ആളത്വമായ ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല. ഫിലോസഫിയുടെ ഒരു നൂലാമാലിൽ നമ്മുടെ പറഞ്ഞുണ്ടാക്കി മനുഷ്യനെ ഒരു പ്രത്യേക അനുഭൂതിയിലെന്നാക്കുന്ന ഒരു രീതിയാണ് ബുദ്ധമതത്തിലുള്ളത്. ബുദ്ധമതത്തിൽ തന്നെ പല വേരിയന്റ് രൂപങ്ങളുണ്ട്. ആ വേരിയന്റ് രൂപങ്ങളിലുള്ള രൂപം ഷിൻറ്റോയിസം. അറിയാമായിരിക്കും നിങ്ങള്. ഷിൻറ്റോയിസം, സെൻ, ഇങ്ങനെ പല വേരിയന്റ് രൂപങ്ങളുണ്ട് ബുദ്ധമതത്തിൽ. അതിൽ സെൻ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. സെൻ. ആ സെൻ ബുദ്ധിസമാണ്
reviving the internal spiritual capacity remaining dormant in a person. If you revive it, then you can cause things to come about. You can even create things which are not there. നിനക്കില്ലാത്തതിനെ ഉള്ളതുപോലെ നേടാൻ കഴിയുമെന്ന് മനസ്സിലായില്ലേ? അത് സെൻ ബുദ്ധിസം പറയുന്നതാണ്. ഒരു ബുദ്ധിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന, ഇനി പറയുമ്പോൾ ദേഷ്യം വരരുത്, വിശദീകരണം ചോദിക്കാം. ഒരു ബുദ്ധിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന പോൾ യോങ്കിച്ചോ എന്ന ദൈവദാസൻ തന്റെ പഴയ ആ കാര്യം തന്റെ മനസ്സിൽ അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ആ ബുദ്ധിസ്റ്റ് ചിന്താഗതി അതിനെ ക്രൈസ്തവവൽക്കരിച്ച് ഫോർത്ത് ഡൈമെൻഷൻ എന്ന പേരിൽ ക്രൈസ്തവ സഭയിൽ പ്രചരിപ്പിച്ചു. എന്റെ കൂടെ ഉണ്ടോ? ക്രിസ്തീയ സഭയിൽ പ്രചരിപ്പിച്ചു. ഇതാ വിശ്വാസത്തിന്റെ അത്ഭുത രേഖ എന്നൊക്കെ തലക്കെട്ടിൽ PG വർഗീസ് തുടങ്ങിയ ദൈവദാസന്മാർ അതിനെ മലയാളത്തിലാക്കി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇഷ്ടപോലെ പ്രചരിപ്പിച്ചു. അങ്ങനെ ഇല്ലാത്തതിനെ വിഭാവനം ചെയ്ത് സ്വപ്നം കണ്ട് നേടുന്നതാണ് വിശ്വാസം എന്ന തെറ്റായ ചിന്ത ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ പരക്കെ പരന്നിരിക്കുക. That is erroneous. അത് തെറ്റാണ്. അത് പിശാചിന് സഭയ്ക്ക് അതുകൊണ്ടിരിക്കുന്ന വലിയൊരു വഞ്ചനയാണ്. ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇത്രയും പറഞ്ഞതിനകത്ത് വിശദീകരണം അല്ലെങ്കിൽ ചോദിക്കാം പ്ലീസ്. ഇതിന്റെ രണ്ടും വ്യത്യാസം മനസ്സിലായത് നിങ്ങൾക്ക്? പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്ങും വിശ്വാസവും. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് യു ക്യാൻ റിസോർട്ട് ടു ഇൻ മെറ്റീരിയൽ വേൾഡ്. അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽ വേൾഡ് നിങ്ങൾക്ക് യു ക്യാൻ റിസോർട്ട് ടു ഇറ്റ്. അതാണ് ഇന്നും ഈ മാർക്കറ്റിങ്ങിലൊക്കെ അറിയാമല്ലേ, മാർക്കറ്റിങ്ങിലൊക്കെ ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ മാർക്കറ്റ് ഈ മെഡിക്കൽ കമ്പനികളൊക്കെ. നിങ്ങൾ പ്രസിഡന്റ് ആ സമയത്ത് കുറെ മെഡിക്കൽ കമ്പനികളുടെ പ്രിന്റിംഗ് ഒക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അയ്യോ, the enormous quantity of literature, promotional literature they used to print. എന്ത് കോസ്റ്റ്ലി ആയിട്ടാണ് അവർ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇഷ്ടം പോലെ എല്ലാം അവരെ ഓരോ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് എന്നെ വിളിച്ച് അവരുടെ യോഗങ്ങളൊക്കെ വെക്കുമ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ടാർഗറ്റ് കൊടുത്തിരിക്കുക. 1 million 10 ലക്ഷം രൂപ നിനക്ക് ഈ വർഷത്തെ സെയില്. 1 million അതിനുവേണ്ടി അത് ആ ടാർഗറ്റ് നേടാനായിട്ട് ഉള്ള പ്രൊമോഷണൽ വർക്കിന് വേണ്ടി മെന്റൽ ബൊംബാർഡ്മെന്റ്, അതിനുവേണ്ടി അവര് മെറ്റീരിയൽ ഉണ്ടാക്കാൻ അവരെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പിന്നെ വരും, അവര് പിന്നെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരും. പലപ്പോഴുള്ള സ്റ്റിക്കർ 1 million I'm going to sell for 1 million rupees this year. എന്നിട്ട് അവൻ സ്കീം ഉണ്ടാകും. 10 ലക്ഷം ഉണ്ടാകണമെങ്കിൽ ഒരാണ്ട് 1 ലക്ഷം, ഒരു മാസം 1 ലക്ഷം 2 മാസത്തെ ഇവന് റെസ്റ്റിലിട്ടേക്ക. 1 മാസം 1 ലക്ഷം, 1 മാസം 1 ലക്ഷം കിട്ടണമെങ്കിൽ ഒരാഴ്ചയിൽ 25,000 വേണം. അപ്പൊ ഒരാഴ്ച 25,000 വേണമെങ്കിൽ ഒരു ദിവസം 5,000ന്റെ സെയിൽ നടത്തണം. അപ്പൊ ഒരു ദിവസം 5,000 രൂപയുടെ സെയിൽ നടത്തിയാൽ ഒരാണ്ടിൽ അവന് 1 മില്യൺ നടത്താം. അങ്ങനെ അവനെ കിട്ടും. ടാർഗറ്റ് വെക്കും. ഇങ്ങനെ ടാർഗറ്റ് വെച്ച് ബൊമ്പാടിങ്ങ. ഊണിന് ഉറക്കത്തിലുമല്ല ഓഫീസിൽ മേശയുടെ കീഴിൽ 1 million അവന്റെ വണ്ടിയിൽ 1 million, അവന്റെ ബാഗിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ കിറ്റിന് ഈ ബാഗിന്റെ മണ്ടയ്ക്ക് 1 million. ഇവനെപ്പോഴും 1 million, അവന്റെ മുറിയിൽ 1 million എഴുതി വെക്കുക. ഇങ്ങനെ മനസ്സോട്ട് ഇവരൊന്നും അങ്ങ് 1 million അങ്ങ് സ്വപ്നം കാട്ടുക. രാത്രി ഉറക്കത്തിന് ചാടി എഴുന്നേറ്റാൽ 1 million പറഞ്ഞോണ്ടാ ചാടി. ഇങ്ങനെ ഇവരതിനൊന്നും 1 ലക്ഷം 10 ലക്ഷം അങ്ങ് സ്വപ്നം കാണും. ഊണിൽ ഉറക്കത്തിൽ I'm going to win that much, I'm going to win that much, I'm going to have that much of business this year. പറഞ്ഞു ഇതങ്ങ് സ്വപ്നം കാണും. കിട്ടിയില്ല. മനസ്സിലാകുന്നുണ്ട്? അത് മാർക്കറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് സെൻ ബുദ്ധിസം വളരെ അതുകൊണ്ടാണ് കേട്ടോ. സെൻ എന്ന ജാപ്പനീസ് പദത്തിന്റെ അതിന്റെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ അർത്ഥം ഇന്റേണൽ പവർ എന്നാണ്. അതുകൊണ്ടാണ് സുസുക്കി കമ്പനിക്കാരെന്നെ വളരെ ഇന്ന് വളരെ ഒത്തിരി വണ്ടി ചെയ്യുന്നവരൊക്കെ അതുകൊണ്ട് അവരുടെ ഒരു പോപ്പുലർ ബ്രാൻഡിനെ അവരിട്ടിരിക്കുന്നത് സെൻ എന്നാണ്.
ബുദ്ധിസം. അപ്പൊ മനസ്സിന്റെ ശക്തി, അതിനെ നമ്മൾ വേദപുസ്തകത്തിലെ വിശ്വാസമാക്കി കാണരുത്. വ്യത്യാസം മനസ്സിലായോ? എന്തൊക്കെ ഒരു വ്യത്യാസം? എല്ലാവരും എന്റെ കൂടെ ഉണ്ടേ. നമ്മുടെ വിശ്വാസം വസ്തുതയിലല്ല, നമ്മുടെ വിശ്വാസം വ്യക്തിയിലാണ്. അതാണ് യോഗിച്ചോ പറഞ്ഞത്. നിനക്കൊരു കാര്യം വേണോ, നീ അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പറ, നീ അതിനൊരു പ്ലാൻ ഉണ്ടാക്ക. എന്നിട്ട് നീ അത് മനസ്സുകൊണ്ട് സ്വപ്നം കാണുന്നത് നേടുന്നത് സ്വപ്നം കാണാം. സ്വപ്നം കണ്ട് കണ്ട് മൂർത്തീകരിക്കുക, എന്നിട്ട് അതിനെ ഗർഭം ധരിക്കുക. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. യാക്കോബ് ലേഖനത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപം എടുത്തിട്ട് മരണത്തെ കുറിച്ച് ലൗകികതയിൽ ഊന്നിയുള്ള അല്ലെ ലൗകികമായ അത്യാഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഉപാധിയായി ആത്മീയനെ കാണുകയാ. മനസ്സിലാവുന്നുണ്ട്? അതല്ല വിശ്വാസം. വ്യക്തിയെ വിശ്വസിക്കണം. ദൈവം, all benevolent, the Father of all light, in whom there is not trace of darkness, in whom there is not trace of evil, from whom nothing evil can come. Whatever comes from him is for my good and good only. സ്തോത്രം. നന്മ മാത്രം എന്റെ ദൈവത്തിൽ നിന്ന് വരും. ഹല്ലേലൂയ. എന്റെ ദൈവം തന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ആ കോർഡിയൽ, ഇന്റിമേറ്റ്, വാം, ലവിംഗ് ഫെലോഷിപ്പ്, ദൈവത്തെ കുറിച്ചുള്ള എന്റെ ഉറപ്പ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞല്ലോ, ഇനോർഡിനറി absolute confidence in the unfailing goodness, care and inordinate love of God and the goodness of God, which is proved in implicit obedience, which results in perfect tranquility of mind and perfect peace. ഹല്ലേലൂയ. അതാണ് വിശ്വാസം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ വാക്യം വായിച്ച് കേൾപ്പിച്ചതാണ്. നോർമാലും വായിച്ച് റോമലേഖനം 15 13 വാക്യത്തിന്റെ 2ാം ഭാഗം. Romans 15:13 the second part. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവുമുണ്ട്. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം. അപ്പോൾ വിശ്വസിക്കുന്നതിൽ എന്തുണ്ട്? ദൈവത്തെ വിശ്വസിക്കുന്നതിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. സ്തോത്രം. എന്നാൽ ഇവര് പറയുന്നത് ഈ സ്വപ്നം കാണുന്നവർക്ക് അങ്ങ് ടെൻഷനാണ്. കിട്ടും. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞ് ഓർക്കണമേ, മഴ, പിന്നെയും കാറി കാറ്റടിച്ച് ഒരു തണുത്ത കാറ്റ്, മനസ്സിലായില്ലേ? ഇവരങ്ങ് ടെൻഷൻ അടിക്കുക. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ദൈവമായിട്ട് സ്തോത്രം. എന്റെ അപ്പ ഇന്നിവിടെ സുവിശേഷം പ്രസംഗിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങളാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിരിക്കുന്നു. സ്തോത്രം. ചക്കലുകൾ ഞങ്ങളുടെ കഴിവിനപ്പുറത്താണ്. അവിടുത്തെ തിരികെ നമ്മുടെ നടക്കട്ടെ. ചിലപ്പോൾ ദൈവം പറയുന്ന നോ നമുക്ക് എടുക്കാൻ കഴിയാതെ പോകും. പൗലോസ് അപ്പോസ്തലനോട് ഒരിക്കൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ആസ്യയിൽ വചനം പ്രസംഗിക്കണ്ടേ. അതിന് സമയമുണ്ടായിരുന്നു. പിന്നെ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ദൈവാത്മാവ് വിലക്കി. എന്നെ കൂടെ ഉണ്ടേ. സ്തോത്രം. ദൈവത്തിന്റെ തിരുഹിതം, he will guide us. നമ്മൾ അവരെ ആശ്രയിക്കുക. അതുകൊണ്ട് നമുക്ക് ആശ്വാസമാണ്. വിശ്വസിക്കുന്നുള്ള ആശ്വാസം.
നമ്മുടെ എല്ലാവർക്കും ആശ്വാസമുണ്ടോ? സമാധാനം. പറയുന്നല്ലോ, അത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഫലമാണ്. ഈ സമാധാനം ഈസ് നോട്ട്, അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്. പ്രശ്നങ്ങളില്ലായിരിക്കുന്ന അവസ്ഥയല്ല സമാധാനം. അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ് അല്ല, അതൊരു പോസിറ്റീവ് ക്വാളിറ്റിയാണ്. പ്രശ്നമില്ലാതിരിക്കുന്ന സമയമല്ല സമാധാനം. പിന്നെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിലുള്ള ആശ്രയബോധം കൊണ്ട് സ്വൈര്യമായി ഇരിക്കാൻ കഴിയുന്ന മനോനിലയാണ് സമാധാനം. അതാണ് കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകും. ഇറ്റ് ഈസ് സംതിങ് പോസിറ്റീവ്. മനസ്സിലാവുന്നുണ്ട്? കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു. വാക്യമായിട്ട് യോഹന്നാൻ 14:27. സുവിശേഷം 14. ജോൺ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ഭ്രമിക്കുകയും വരുത്. കേട്ടോ, ലോകം തരുന്നത് പോലല്ല. ലോകത്തിന് തരാനോ ലോകത്തിന് എടുക്കാനോ കഴിയാത്ത, ലോകത്തിന് തരുവാനോ ലോകത്തിന് എടുക്കുവാനോ കഴിയാത്ത സമാധാനം. I repeat, സമാധാനം is not the absence of problems. Peace is a positive quality. സ്തോത്രം. മനസ്സിലായല്ലോ? ഒന്നുകൂടെ വ്യക്തമാക്കാം. മനുഷ്യന് അസമാധാനം ഉണ്ടാകാൻ 3 കാരണങ്ങളാണെന്നാ പറയുന്നത്, ബ്രോഡ്ലി സ്പീക്ക്. ഒന്ന്, ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം. അതിലെ കുറ്റബോധം നിഴൽ പോലെ മനുഷ്യന് വേട്ടയാടുകയാണ്. ചെയ്തു പോയല്ലോ, ഇതിനൊരു പ്രതികാരം ഉണ്ടാകും. There is natural justice. No man can escape the pricking of one's conscience. ഒരു നിഴൽ പോലെ പിന്തുടരും. 2 കോടതിയിൽ നിന്ന് എളുപ്പം മോചനമില്ലതാ. 1 മനസാക്ഷിയുടെ കോടതി, 2 ദൈവത്തിന്റെ കോടതി. സ്തോത്രം. മനസാക്ഷി ഇങ്ങനെ പ്രിക്ക് ചെയ്തോണ്ടിരിക്കും. ചെയ്തുപോയി, അതിനെ എന്തെങ്കിലും മറയ്ക്കാൻ എന്നൊക്കെ പറഞ്ഞു നോക്കും. ബട്ട് സ്റ്റിൽ അപ്പോൾ ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം. കൂടുതൽ ഞാൻ ഉദാഹരണം പറഞ്ഞ് വിശദീകരിക്കട്ടല്ലോ. സ്തോത്രം. ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ച് അതാണ് പീലാത്തോസിനെ കുറിച്ച് ഐതിഹ്യം പറയുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞ് യഹൂദന്മാരെ എങ്ങനെയും പീഡിപ്പിച്ച് നിർത്താൻ അതൊക്കെ ചെയ്തത്. പക്ഷേ യഹൂദന്മാര് പ്രത്യേകമായിപ്പോ അവരത് കൊണ്ട് തോന്നിയില്ല. അവര് പിന്നെ ബഹളായി. ഒടുവിൽ പീലാത്തോസിനെതിരെ ചക്രവർത്തിക്ക് കംപ്ലൈന്റ് കൊടുത്ത് പീലാത്തോസിനെ അവിടുന്ന് ഡീത്രോൺ ചെയ്തു. സ്ഥാനഭ്രഷ്ടനാക്കി അദ്ദേഹത്തിന് പേരിൽ എന്തൊക്കെ കുറ്റം ആരോപിച്ചു. ഒടുവിൽ അറേബ്യ മരുഭൂമിയിൽ കൈ കഴുകുകൊണ്ട് നടക്കുകയായിരുന്നാണ്. ഇങ്ങനെ ആക്ഷനിൽ മനസ്സിന്റെ സമനില തെറ്റിയവരായി ആ മരുഭൂമിയിൽ കൂടെ നടന്ന് കൈ കഴുകിക്കൊണ്ട് നടക്കും. കാര്യം കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചതിന്റെ കുറ്റബോധമാണ് കിടക്കാൻ. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ മാക്ബത്ത് നാടകം, ഷേക്സ്പിയറുടെ നാടകം. ലേഡി മാക്ബത്ത് ഡങ്കൻ രാജാവിനെ കൊല്ലാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ചു. ഒരർത്ഥത്തിൽ അവൾ തന്നെയാ പോകുന്നത്. ചോരയൊക്കെ വാരി അറ്റൻഡൻസിന്റെ ചരിത്രമൊക്കെ തേച്ചു. ഇതൊക്കെ ചെയ്യും. ഒടുവിൽ സമാധാനമില്ല. കൈ കഴുകുക, പിന്നെ കൈ കഴുകുക. ഒരു പാസേജ് ഉണ്ട്. I wash my hands in Neptune's waters. Neptune's waters turn red, but still my hands are blood stained. നെപ്റ്റ്യൂൺ എന്ന് പറഞ്ഞാൽ സമുദ്രദേവനും. ഈ സമുദ്രത്തിൽ ഞാൻ കൊണ്ടുവന്ന് കൈ കഴുകുക, സമുദ്രം മുഴുവൻ രക്തമാകുന്നു, പക്ഷേ എന്റെ കൈ ആവുന്നില്ല. All the perfumes of Arabia cannot sweeten these sweet little hands. അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളും കൊണ്ട് ഇട്ട് തേച്ചാലും ചോരയുടെ മണം കയ്യെന്ന് പോലില്ല. ഒളിങ്ങനെ എഴുന്നേറ്റ് തുടർന്ന് നോക്കണേ.
മനസാക്ഷി. ചെയ്തു പോയ കുറ്റത്തെക്കുറിച്ചുള്ള പശ്ചാത്താപ നിമിത്തം മനുഷ്യന് അസ്വസ്ഥതയുണ്ട്, സമാധാനമില്ല. കർത്താവ് ക്ഷമിക്കാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്റെ പാപം എന്റെ കർത്താവ് ഏറ്റെടുത്ത് എനിക്ക് പകരം കാൽവറിയിൽ യാഗമായി. നീതിയുള്ള ഒരു ന്യായാധിപതിയും ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷ വിധിക്കയില്ല. അതുകൊണ്ട് എന്റെ പാപത്തിന് എന്റെ കർത്താവ് ശിക്ഷ അനുഭവിച്ചെങ്കിൽ ഇനി ഞാൻ എന്റെ പാപം നിമിത്തം ശിക്ഷിക്കപ്പെടുകയില്ല. അതാണ് തിരുവെഴുത്ത് പറയുന്നു, ആട്ടുകുറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും. എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ 20 മുതൽ വായിക്കുമ്പോൾ ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി ഏൽപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. സ്തോത്രം. ദുർമനസാക്ഷി. സ്തോത്രം. നമ്മുടെ മനസാക്ഷി എത്രയധികം ശുദ്ധീകരിക്കും. സ്തോത്രം. 9-ാം അധ്യായം പറഞ്ഞ വാക്കിന്റെ 9-ാം അധ്യായം 13 വരെ വായിക്കാം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഈ 10:22 പറയുന്നു, ഹൃദയങ്ങൾ കളിക്കപ്പെടും, ദുർമനസാക്ഷി നീങ്ങുമാണ്. അപ്പൊ മനസാക്ഷിയുടെ ആക്ഷേപത്തിൽ നിന്ന് ദൈവം നമ്മെ ഒഴിയിച്ചിരിക്കാം. സോ കോസ് നമ്പർ 1 ഫോർ പീസ്ലെസ്നെസ് ഈസ് റിമൂവ്ഡ്. 2, ഇന്നത്തെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? What can I do? ഇന്നത്തെ പ്രശ്നങ്ങൾ. വാതന്നവൻ വയറിനുള്ളത് തരും. അതായത് കർത്താവ് പറയുന്നു, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവുമല്ലോ. ശരീരം തന്ന കർത്താവിന് ഇതിന്റെ മെയിന്റനൻസിലുള്ള ചില്ലറ തരാൻ മേലെ. സ്തോത്രം. ആനയെ തരുന്നവന് ഒരു കച്ചക്കയറൂടെ തരാൻ മേലെ എന്നൊരു പറച്ചിലുണ്ട്. കച്ചക്കയർ എന്ന് പറഞ്ഞാൽ ആനയുടെ കഴുത്തിൽ കിട്ടുന്ന ഒരു ചെറിയ വളം. ആനയെ തന്നെ ഈ കയറൂടെ തരത്തില്ല. ഇതുപോലെ അതാണ് കർത്താവ് ചോദിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ചോദിക്കുക, ആകാശത്തിലെ പറവെ നോക്ക്, അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരിയിൽ കൂട്ടിവെക്കുന്നില്ല, അത് ഒരെണ്ണം പോലും പട്ടിണി കിടക്കുന്നില്ല. വയലിലെ താമര നോക്കി എന്നോ ഭംഗിയ. കഥ പറഞ്ഞ് ശലോമോൻ പോലും തന്റെ സർവ മഹത്വത്തിലും അതിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിനെ പുല്ലിനെ ദൈവം ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസിയെ നിന്നെ. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അബുദാബിയിലെ ഓയിൽ വെല്ല് കണ്ടുകൊണ്ടല്ല ദൈവം നമ്മുടെ ഒന്നും. ദൈവത്തിന് എങ്ങനെ പ്രസാദമായി നിങ്ങളുടെ കൂടെ ഉണ്ട്. സ്തോത്രം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങൾ ഓർത്ത് നമ്മൾ മാറപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. മരണഭീതി പോലും നമ്മൾ മാറ്റിയിരിക്കുകയും. ഞാൻ നേരെ കിട്ടാൻ എനിക്ക് അവിടെ വരെ വരാനുണ്ട്. സ്തോത്രം. 3, നാളത്തെ കുറിച്ചുള്ള അനിശ്ചിതത്വം നിമിത്തം ആൻസൈറ്റി ഓവർ ടുമോറോ. നാളെ എന്ത് വരും? സ്തോത്രം. നമ്മൾ നാളെ കുറിച്ച് ഭാരപ്പെടുന്നതുകൊണ്ട് നമ്മുടെ നീളത്തോട് ഒരുവിടെ കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ കഴിയില്ല. തലയിൽ ഒരു തലമുടി കറുപ്പിപ്പാനോ വെളുപ്പിപ്പാനോ കഴിയില്ല. തലയിലെ മുടി മുഴുവൻ ദൈവം എഴുതിയിരിക്കുക, മുടി വരെ എഴുതിയിരിക്കുക. ദൈവം നമ്മളെ എത്ര കരുതുന്നു നമുക്കറിയാവും. നമ്മള് തലേന്ന് മുടി ഒഴിയുന്നുള്ളതെന്ന് അറിയുന്നത് കുളിച്ചിട്ട് ബാത്റൂമിന് വെള്ളം ഒഴിഞ്ഞു പോണില്ല. അപ്പൊ ചെന്നൊരു കമ്പോയിൽ എടുത്തോണ്ട് വന്ന് അതിനെ ഓവനകത്തിട്ടൊന്ന് വട്ടം കറങ്ങി കുത്തി വലിച്ചു നോക്കുമ്പോഴാ ഇത്രയും തലമുടിയോ, ഇതെല്ലാം എന്റെ തലയിൽ നിന്ന് പോയോ? നമ്മൾ അറിഞ്ഞില്ല. പക്ഷെ അതിൽ ഓരോന്ന് ഒഴിഞ്ഞപ്പോഴും God was keeping record of it. അപ്ഡേറ്റ് ചെയ്ത് പോവായിരുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ചിലപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എത്ര അത്ഭുതകരമായ കഥകൾ നമ്മളെ കരുതുന്നത്. ഈ VVIPs ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വാജ്പേയി ഒക്കെ എവിടെ പോയാലും അവർക്ക് എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഒക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ അവർക്ക് എല്ലാം ചെക്കിങ്ങാ. ചിലപ്പോൾ
ഇന്ന് രാവിലെ അവരുടെ തൂക്കം നോക്കും, ചാർട്ടുണ്ട്, തൂക്കം നോക്കും, പിന്നെ അവരുടെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് നോക്കും, എല്ലാം നോക്കും. എന്നിട്ട് ഇന്നും ഓരോ ദിവസവും ഡേറ്റ് ഇട്ട് കുറിച്ച് പോവാം. ആഴ്ചയിൽ ഒരിക്കൽ ടീം ഓഫ് എക്സ്പേർട്സ് വിൽ ചെക്ക് ഇറ്റ്. അപ്പൊ സ്ഥിരമായിട്ട് തൂക്കം കുറയുന്നുണ്ടെങ്കിൽ അപ്പം അതിനെന്താണ്, പിന്നെ വിശദമായ ടെസ്റ്റിംഗ് നടത്തി, അല്ലെ ഹാർട്ട് ബീറ്റിന്റെ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് വിശദമായ ചെക്കിങ് നടത്തി അതിന് വേണ്ട പരിഹാരമൊക്കെ കൊടുക്കും. നോക്കണേ, VVIPസിനൊക്കെ അങ്ങനെ വലിയ കെയർ കൊടുക്കുക. ഈവൻ ചില ആളുകൾക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചറുടെ വേരിയേഷൻ പോലും ഇങ്ങനെ മോണിറ്റർ ചെയ്ത് പോവാ. മോണിറ്ററിംഗ് ചാർട്ട് തയ്യാറാക്കി ദിവസവും ഇങ്ങനെ നോക്കി പോവാ. VVIPസിനൊക്കെ അങ്ങനെ. പക്ഷേ സ്തോത്രം, നമ്മളെക്കാട്ട് ആരാണ് ഇങ്ങനെ നോക്കാറുണ്ടോ എന്നോർത്ത് നമ്മൾ വിലാസപ്പെടേണ്ട കേട്ടോ. സ്തോത്രം, അവരുടെ ആരുടെയും തലയിലെ തലമുടി എന്നും എണ്ണി എഴുതുന്നില്ല. എഴുതുന്നുണ്ടോ? സ്തോത്രം, പാജിപ്പയിലെ ആരുടെയും തലയിലെ തലമുടി എണ്ണി എഴുതുന്നില്ല. പക്ഷെ നമ്മുടെ ദൈവം നമ്മെ കരുതുന്നത് എന്നും നമ്മുടെ തലയിലെ തലമുടി പോലും എണ്ണി എഴുതി പോവുക. ഈവൻ ദ നമ്പർ ഓഫ് hair on our head are monitored daily. ഡെയിലി അല്ല, അവർലി, അതുമല്ല സെക്കൻഡ് ബൈ സെക്കൻഡ് എടുത്താണ്. അത്ര കരുതുന്നെങ്കിൽ നമ്മൾ എന്തിനാ ഇത്ര ഭാരപ്പെടുന്നു? സ്തോത്രം, പ്രിയ ദൈവമക്കളെ, കർത്താവ് എത്ര വലിയവനാണ്, നമ്മളെ എത്ര അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ട, ഇന്ന് നമുക്കൊരു ഭീഷണിയാകണ്ട, നാളെയും നമുക്കൊരു ഭീഷണിയാകണ്ട. അസമാധാനത്തിന് ത്രിവിധ കാരണങ്ങളും യേശുക്രിസ്തുവിൽ പരിഹരിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ സമാധാനമായിരിക്കാൻ എന്താ ഇത്ര കഴിയാത്തത്? കാര്യം എന്താ? വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നതിനുള്ള സമാധാനം, വിശ്വസിക്കുന്നതിനുള്ള സന്തോഷം. അതാണ് കർത്താവിൽ സന്തോഷിക്കുക. ലോകത്ത് മറ്റൊന്നിനും നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ലായിരിക്കാം. ജോലി ടെൻഷനായിപ്പോ കുഴപ്പമില്ല, ജോലി നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലയോ? നിനക്ക് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയും. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഓരോ പണവും ശരിയാണ്, അതിൽ സന്തോഷിക്കാൻ നീ കർത്താവിൽ സന്തോഷിക്കാൻ കഴിയും. സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. കർത്താവിന്റെ വിശ്വാസത്തിൽ സന്തോഷിക്കണം. അതാണ് വിശ്വാസം, ആ ഉറപ്പ്, ആ ബന്ധം. ആ ബന്ധത്തിന് ഏറ്റവും പ്രധാന ഘടകം സ്നേഹമാണ്. വായിച്ചേക്കാം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. കണ്ടോ? പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, അടുത്തെന്താ? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പം വിശ്വാസത്തിന്റെ പ്രധാന ഘടകം എന്താ? സ്നേഹമാണ്. സ്തോത്രം. The cause and defense of faith is love. എന്റെ സമാധാനം ഞങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. അത് ലോകത്തിന് തരാൻ കഴിയില്ല, ലോകത്തിന് അത് എടുക്കാനും കഴിയില്ല. അതാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. അത് വിശ്വാസത്തല്ല, ദൈവ സ്നേഹം നമ്മുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക. ഹല്ലേലൂയ. ഇതൊരു ബന്ധമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും ജീവൻ തന്നെ സ്നേഹിച്ചവരും ഒരിക്കലും തെറ്റുവരാത്തവരും ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നവരും ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നവരും എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ കർത്താവിൽ നമ്മുടെ മുഴു ജീവിതവും ചോദ്യം ചെയ്യാതെ ഏൽപ്പിച്ചു. ദൈവത്തെ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളിലൊക്കെ പ്രസാദിക്കുക.
വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. എബ്രായർ 11:1-2-3 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അതാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം വിശ്വാസിയാന്ന് പറയും. അവന് ദൈവവിശ്വാസിയാണ്, അവന് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുക. അത് തന്നെയാ യാക്കോബ് പറയുന്നത്, കൊള്ള ദൈവം ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും ലേശം വിറക്കുകയും കൂടെ ചെയ്യും. അപ്പൊ നമ്മളിൽ പലരെക്കാളും വലിയ വിശ്വാസിയാരാ? ദൈവം ഉണ്ടെന്നുള്ള അംഗീകാരമല്ല, ദൈവത്തോടുള്ള ഇന്റിമേറ്റ് കോർഡിയൽ ലവിംഗ് പേഴ്സണൽ relationship and absolute confidence in his unfailing goodness, care and love. That only will be pleasing to God. Praise the Lord. ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും വ്യക്തമായോ? സ്തോത്രം. ദൈവത്തെ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചപ്പോ ഇതിനെ പറയുന്ന പോലെ വിശ്വാസമൊന്നല്ല. അബ്രഹാം ദൈവം അബ്രഹാമിനോട് നിനക്കൊരു മോനെ തരാമെന്നുള്ളൂ. മോനെ തരാമെന്ന് പറഞ്ഞപ്പോ അബ്രഹാം പറഞ്ഞു, മോനെ തരുന്നോക്കൊള്ളാം, 1 അടി പൊക്കം, 6 അടി 5 ഇഞ്ച് പൊക്കം, അല്ലേ? അത്രയൊക്കെ വേണം. നല്ല പവിഴ നിറമായിരിക്കണം, ബുദ്ധിമാനായിരിക്കണം. കോട്ടയം ഭാഗത്തൊക്കെ പറയടാ, കറക്കി എറിഞ്ഞാലും 4 കാലം ഒന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും താൻ പോരുമയോടെ നിൽക്കാനുള്ള കഴിവുള്ളവനായിരിക്കണം. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ട് അങ്ങനെയല്ലേ ആഗ്രഹിക്കുന്നത്? വാഷളത്ത് നിറഞ്ഞ വഞ്ചന നിറഞ്ഞ ഈ ലോകത്തിൽ എല്ലാം മിട്ടുമിട്ടുക്കനായിരിക്കണം നമ്മളെ. അവൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചക്കനെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ട അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ, ഒരു സ്കെച്ചൊക്കെ വരച്ചു വെച്ച് നമ്മൾ പലരും ഇപ്പൊ ഇതല്ലേ ചെയ്യുന്നത്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? അബ്രഹാം അങ്ങനൊന്നും സ്വപ്നം കണ്ടില്ല. സ്തോത്രം. വേറെ കുറെ കാര്യങ്ങൾ പറയുന്നു. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്നിടമൊക്കെ നിനക്ക് നിന്നെ സമ്മതിക്കും, ശാശ്വതമാണ്. നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കാം, നിന്റെ കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും ശാശ്വതാവകാശമായി തരാം. അബ്രഹാം തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നെടുകയും കുറുകയും നടന്നു. നടന്ന സ്ഥലത്ത് പോകുന്ന വഴിക്കെല്ലാം ഓരോ നാണയവും കുഴിച്ചിട്ടേച്ചു പോയോ ഇന്ന് ആരണ്ടൊക്കെ പറയുന്ന പോലെ. ഒരു കൂടാരത്തിനെ കുറ്റി അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് പോയോ ഇന്ന് ആരണ്ടൊക്കെ പറയുന്നു. നിനക്കൊരു സ്ഥലം വേണമെങ്കിൽ അവിടെ കൊണ്ടൊരു 2 രൂപ കുഴിച്ചിട്ടേച്ച്. കേട്ടില്ലേ നിങ്ങളാരും? സ്ഥലം വേണമെങ്കിൽ അവിടെ കൊണ്ടുകൊണ്ട് സ്തോത്രം ചെയ്ത് ഒരു 2 രൂപ ഉണ്ടെന്ന് അവിടെ ആ സ്ഥലത്ത് കുഴിച്ചിട്ടേച്ച് സീഡ് മടി ഇട്ടേച്ച് പോയേക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചോണം. ഒത്തിരി പേര് അയ്യേ, നിങ്ങൾ അബുദാബിയിൽ ഇതുവരെ കേട്ടിട്ടില്ലേ? അയ്യേ നിങ്ങൾ പറയുന്നുണ്ട്. അബ്രഹാം അങ്ങനൊന്നും ചെയ്തില്ല. അബ്രഹാം അങ്ങനൊന്നും സ്വപ്നം കണ്ടില്ല. സ്തോത്രം. ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നൊന്നും അബ്രഹാം സ്വപ്നം കണ്ടില്ല. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്കറിയാം, ഞാൻ ഇതൊക്കെ പറയുമ്പോഴും പിന്നീട് അങ്ങോട്ടൊരു അല്ലേ കുഴപ്പമുണ്ടെങ്കിൽ പറയണം. ചിലര് വേറെ ചിലർ ചോദിക്കും, അപ്പൊ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ തരാമെന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 16:21 വാക്യം വായിച്ച് 14:14 വായിക്കണം. 16:24 വായിച്ചാൽ ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. കേട്ടോ, എന്റെ നാമത്തിൽ അപേക്ഷിക്കുകയും എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്നും. അപ്പൊ യേശുവിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും കിട്ടണമെന്ന്. അത് ഈ വാക്യം വായിച്ച് മത്തായി 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് അയച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ വിശ്വസിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് കിട്ടുമെന്ന് വിശ്വസിച്ചുണ്ട്. ഈ ആഴ്ചത് ലഭിച്ചത് വിശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചാലോ സ്വപ്നം കാണരുതോ എന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ?
നീ മനസ്സിലൊരു കാര്യം ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റൊന്നും ഇല്ല, ദൈവത്തിന്റെ പ്രകാരമാണെങ്കിൽ. പക്ഷെ അത് കിട്ടിയേ മതിയാവൂ എന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കരുത്. ദൈവത്തോട് പറയണം നിന്റെ ഇഷ്ടം നടന്നോണം. പക്ഷെ ഒരു കാര്യമാണ്, എന്തും യേശുവിന്റെ നാമത്തിൽ ചോദിക്കാമോ? യേശുവിന്റെ നാമത്തിൽ എന്തും ചോദിക്കാൻ ഒക്കുവോ? കർത്താവ് നാമത്തിൽ ചോദിക്കാവുന്നേ ചോദിക്കാൻ ഒക്കുള്ളൂ. ഞാനൊന്ന് പറയട്ടെ, ഞങ്ങൾക്കൊരു വെഡിങ് പ്രസന്റ് ആയിരുന്നു. ഞാൻ എവിടെയൊക്കെ യാത്രയായിരിക്കും, അവിടെ ചുമതലയ്ക്കൊക്കെ ജോലിക്കാരൊക്കെ ഉണ്ട്. ഞാൻ കുറെ പർച്ചേസ് ഓർഡറൊക്കെ സൈൻ ചെയ്ത് വെച്ചു പോകും, അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ട് സൈൻ ചെയ്യിച്ചു അവർ കൊണ്ടുപോകും. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വേണ്ടെന്നുള്ള അവർ എഴുതും. ഇത്ര കടലാസ, ഇന്നത് ഇത്ര മഷി, പശ, ത്രെഡ്, സ്റ്റേഷനറി, ഇതൊക്കെ വേണമെന്നൊക്കെ എഴുതുന്നുണ്ടെന്ന് കടയിൽ ഞങ്ങൾക്ക് ഡീലിംഗ് ഉള്ള കടയിൽ കൊണ്ട് കൊടുത്താൽ ഞങ്ങളുടെ പർച്ചേസ് ഓർഡറാണ്. സോ ദേ വിൽ ഓണർ ഇറ്റ്. സാധനം കൊടുത്തയക്കും. പിന്നെ ഞാൻ വരുന്ന സമയത്ത് ചെല്ലുക, ബില്ലിടുക, കാശ് കൊടുക്കുക. ഇങ്ങനെ ഓർത്തെ ഒരു ദിവസം ഇവൻ സാധനം മേടിക്കാൻ കൊണ്ടുപോയി ലിസ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. കുറെ സാധനങ്ങളെല്ലാം പ്രശ്നം ആവശ്യമുള്ളതെല്ലാം മേടിച്ചു. എന്നിട്ട് അതിനകത്ത് അവൾ ഒരു ചെറിയ സാധനം കൂടെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് സ്റ്റേഷനിൽ സ്റ്റേബിൾ പിന്നും ത്രെഡും ഫാസിയും ഒക്കെ മേടിച്ച് ആ കൂടുതൽ ഇവൻ ഒരെണ്ണം കൂടെ ചേർത്തിട്ടുണ്ടെന്ന് വിചാരിച്ച് ഒരു പാക്കറ്റ് സിഗരറ്റ് എന്നും കൂടെ അവൻ ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? അതോടെ അത് മുഴുവൻ അവര് ഡിസോണർ ചെയ്യും. എടാ നിന്നെ കൊള്ളാലോടാ, ആ ഉപദേശയുടെ പേരിൽ നീ സിഗരറ്റ് മേടിക്കണോ? എന്നെ അറിയാമല്ലോ, ഞാൻ ഉപദേശിക്കാനറിയാം. നിങ്ങൾക്ക് കൂടെ ഉണ്ടോ? അപ്പൊ എന്റെ പേരിൽ അത് മേടിക്കാനൊക്കെ വന്നെ ഉദാഹരണം പറഞ്ഞ Can he ask for a pack of cigarettes in my name? No. If he asks, the whole bill will go disordered. The whole order will go disordered. യേശുവിന്റെ നാമത്തിൽ ചോദിക്കാവുന്ന ചോദിക്കണം. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3:22. വേഗം വായിക്കണേ, സമയം വളരെ പോയി. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാഴ്ചാലും അവനിൽ നിന്ന് ലഭിക്കും. കേട്ടോ, അതിന് വേറെ കണ്ടീഷൻ എന്തുവാ? ആദ്യത്തെ വായിച്ച് അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാഴ്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അവന്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരാ. 5:14-15 കൂടെ വായിച്ച് 1 യോഹന്നാൻ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനുള്ള ധൈര്യമാകുന്നു. കേട്ടോ, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്താ അപേക്ഷിച്ചാൽ ദൈവഹിതപ്രകാരമായിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. അല്ലാതെ നമ്മുടെ ദുരാഗ്രഹവും ദ്രവ്യാഗ്രഹവും പാകയും പ്രതികാരതാപവും വെച്ചോണ്ട് അതും ഇതുമൊക്കെ കയറി ആവശ്യപ്പെട്ടാൽ കിട്ടണം എന്നും പറഞ്ഞ് പിടിവാശിക്കും. ഈ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുള്ളൂ. നമ്മൾ അവിടുന്ന് പോയത് രക്ഷ അല്ലെ പദ്ധതിയിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ കാര്യത്തിലാണ് പോയേക്കുന്നത്. നമ്മുടെ വിശ്വാസം കൊണ്ട് തന്നെ ഇത്തിരി വിശീലനം കൂടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഉപവാസത്തിന്റെ പറയാം. അത് ഞാൻ ഉപവാസത്തിൻ്റെത് യേശുവിന്റെ അതുമായിട്ട് വരുമ്പോ പറഞ്ഞാൽ മതിയോ? അത് ഇപ്പൊ പറയണോ? അത് ഞാൻ യേശുവിന്റെ ഉപവാസം 40 ഉപവാസം അവിടെ വരുമ്പോ ചേർത്ത് പറഞ്ഞു പോകാൻ എളുപ്പ. യേശുവിന്റെ 40 ഉപവാസം അതല്ലേ പറഞ്ഞോ? യേശു ക്രിസ്തുവിന്റെ 40 ഉപവാസം അവിടെ വരുമ്പോ ഞാൻ സമൃദ്ധിയായിട്ട് പറഞ്ഞു വേണമെങ്കിൽ എന്റെ കണ്ടിന്യൂറ്റി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ പറയാം. ഉപവാസം എന്നുള്ളത് തന്നെ ഒത്തിരി കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് ഒടുവിൽ തീർച്ചയായിട്ടും ഒരു ദിവസം വിൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഡിസ്കഷൻ. Definitely you will be given absolute freedom to ask get all your doubts clear. അത് നിങ്ങളുടെ അവകാശമാണ്. ഞാൻ പിന്നെയും ചെയ്യാം. സ്തോത്രം. അപ്പൊ ഞാൻ ഇനി പറഞ്ഞു വന്ന ആ വിഷയം മറക്കല്ലേ. 2 മാർഗമാണ്, കർമ്മമാർഗവും വിശ്വാസമാർഗവും. റോമർ 3:27 നമ്മൾ മറക്കരുത്. 2 മാർഗം അവിടെ പൗലോസ്ലീഹ സൂചിപ്പിക്കുക. വിശ്വാസമാർഗവും കർമ്മമാർഗവും. നമ്മൾ ഉൽപ്പത്തി മുതൽ 2 കാണുകയാണ്. സ്തോത്രം. കർമ്മമാർഗവും വിശ്വാസമാർഗവും. വിശ്വാസം കൂടെ ദൈവത്തോടെ ബന്ധത്തിൽ ഇരിക്കാന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നു. ഏതിന്റെ ആദ്യ പാപത്തിന്റെ പ്രധാന കാരണം ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ച് അന്യപ്പെട്ടു പോയി എന്നുള്ള. സ്തോത്രം. ഇന്ന് നമ്മൾ പലപ്പോഴും
ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് അറിയാവുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഭയങ്കര ദുഃഖവും ശരിക്കും ഹൃദയത്തിൽ വേദനയും. 40 വർഷം ഇസ്രായേൽ മക്കളെ സഹിച്ചെന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മളെ കുറിച്ച്. ഒരു ഉദാഹരണം പറയാം, പറയുന്നു നിങ്ങളുടെ മനസ്സിലൊന്ന് ഈ വിശ്വാസം എന്നുള്ളതാണ് അടിച്ചു കയറണം. അതാണ് ഏറ്റവും അടിസ്ഥാനം. അതിൽ തെറ്റുവരുന്നത് നമുക്ക്. ഉദാഹരണം പറയാം. ഒരു യുവാവായ ഒരു സുവിശേഷകനാണ്. ഞാൻ അവനെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചതാണ്. നല്ല ചെറുപ്പക്കാരനാണ്, നല്ല വാചനമായി പ്രസംഗിക്കും. അവൻ്റെ ഒരു ദിവസം ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് പോയപ്പോ പാസ്റ്റർ ഒരു സഭാ ഹോളിന്റെ ഒരു ചായ്പിലാണ് താമസിക്കുന്നത്. നമുക്കറിയാമല്ലോ, ചിലപ്പം നമ്മുടെ പണ്ടത്തെ ചിന്ത ഇതുവരെ മാറിയിട്ടില്ല. ഉപദേശിയാണെങ്കിൽ ചായ്പിൽ കിടക്കണം. ചായ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സംതിങ് എക്സ്റ്റൻഷൻ ടു ദ മെയിൻ ഹോൾ. നമ്മുടെ ചിന്ത ഇപ്പോഴും മാറാത്തവരൊക്കെ ഉണ്ട്. പോട്ടെ, ദൈവദാസ അതിങ്ങനെ 3 തിരിച്ചേക്കാം. അദ്ദേഹം കുടുംബമായിട്ടാണ് താമസിക്കുമ്പോൾ ഈ സുവിശേഷകനും കൂടെ അതിനകത്ത് തുടങ്ങാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ക്ഷേത്രം ഒരു ഊണെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരച്ചായന്റെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ ഏർപ്പാടാക്കിയിരിക്കാൻ. അപ്പച്ചന്റെ വീട്ടില് അപ്പച്ചൻ 5-8 മക്കളുണ്ട്. പക്ഷെ എല്ലാവരും ലോകത്തിന്റെ നാനാഭാഗത്താണ്. ഫാസ്റ്റ് ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പച്ചന്റെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും ഉപദേശിച്ചു സന്തോഷത്തോടെ സ്വീകരിച്ചു. കുറേ നേരം അപ്പച്ചനും അമ്മച്ചി ഇങ്ങനെ മക്കൾ പുരാണം ഇങ്ങനെ പറയുക. ഇങ്ങനെ പറഞ്ഞു പോയത് പറഞ്ഞു ഓരോ മക്കൾ കൊടുത്തയച്ച ഓരോ സാധനങ്ങൾ VCR VCP എന്ന് വേണ്ട കോട്ട് ലിസ്റ്റിൽ ഇതെല്ലാം ഓരോന്ന് ഒരു കൊച്ചുകുട്ടിയെ ഒരു പാവത്തിൽ എല്ലാം കൊണ്ടൊന്ന് കാണിച്ചു. മക്കളെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്ന് ഇനി ഉപദേശിച്ച് ക്ഷീണിച്ചായിരിക്കണം കിടന്നോ എന്ന് പറഞ്ഞു. ഗസ്റ്റ് റൂം ഉണ്ട് അവിടെ കുട്ടിയെന്ന് ഇതാണ്. ഇവിടെ അവിടെ ചെന്ന് കഴിഞ്ഞ അപ്പച്ചൻ ഇങ്ങനെ മക്കൾ പുരാണം കുറെ നേരം കൂടെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോ അമ്മച്ചി അവിടെ നിന്നോണ്ട് വിളിച്ചു. അപ്പച്ചൂ വിളിച്ചു. അവരിതേന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വേഗം അവിടെ ചെന്നു. ഉപദേശിക്കാൻ വരുന്നത് ഭാഷ വരുന്നത് എന്ന് പറഞ്ഞാൽ ചെന്നപ്പോ അമ്മച്ചിയാണോ ഉപദേശിക്കേണ്ട. പക്ഷെ എന്താണ് ശ്രദ്ധിച്ചില്ല. ഇച്ചിരി കഴിഞ്ഞു അപ്പച്ചൻ തിരിച്ചു വന്നപ്പോ 2-3 മിനിറ്റ് കഴിഞ്ഞ് വന്നപ്പോ അപ്പച്ചന്റെ മുഖത്തൊരു പ്രസരിപ്പ് കുറവൊക്കെ ഉണ്ട്. ഉപദേശി കിടക്കുവല്ലേ, ക്ഷീണിച്ചല്ലേ, ഇപ്പൊ രാവിലെയല്ലേ പോവുള്ളൂ. ബാത്റൂം കണ്ടല്ലോ, എന്തേലും വേണോ, വെള്ളമില്ലോ, വേണം, കൈരിയൊക്കെ ഉണ്ടോ, ഉണ്ടല്ലോ, ശരി എന്നാ കിടന്നോ, ക്ഷീണിച്ചല്ലേ കിടന്നോ. അപ്പൊ ഇങ്ങോട്ട് വാതിലിങ്ങനെ അടച്ചേക്കാം, ഞാൻ അടച്ചോളാം. വെച്ചാ ക്ഷീണിച്ചല്ലേ ഞാൻ അടച്ചേക്കാം. അപ്പൊ ഞാൻ എന്റെ സ്റ്റോപ്പർ എടുത്ത് വാതിൽ അടച്ചു കഴിഞ്ഞ് ഒരു 2 നിമിഷത്തേക്ക് അപ്പച്ചന്റെ കാൽപ്പെരുമാറ്റം അകന്നു പോയില്ല. അകന്നു പോകാഞ്ഞപ്പോ ഒരു 2 നിമിഷം കഴിഞ്ഞപ്പോ പുറത്തുനിന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. വാതിലിടിച്ച് വാതിൽ തുറപ്പിച്ച് എന്റെ പെട്ടിയും എടുത്ത് രാത്രി എല്ലാവരും വരെ നടക്കണമെന്ന് എനിക്ക് നല്ല ഓടണമെന്ന് തോന്നി. എനിക്ക് എന്താ കുയ്യോ നിന്നെ ഇതൊക്കെ കാണിച്ചില്ലേ? ഏതാ ഇതെല്ലാം അവിടെ ആകെ കൂടി വല്യപ്പച്ചൊരു വേലക്കാരിയും ഒരു പട്ടി ഇതേ ഉള്ളു. നിന്നെ ഇതെല്ലാം കാണിച്ചു. എടാ ഈ കാലത്ത് ആരെയാ വിശ്വസിക്കാൻ നോക്കുന്നത്? ഇതെല്ലാം നിന്നെ കാണിച്ചേച്ച്. അതുകൊണ്ട് അപ്പച്ചൻ അമ്മച്ചി ബുദ്ധിയായിട്ട് ചെയ്തു. അമ്മച്ചി നല്ല പ്രാക്ടിക്കൽ ബുദ്ധിയുള്ളതായതുകൊണ്ട് നിർദ്ദേശം കൊടുത്തു. അപ്പച്ചൻ അത് എന്നാലും എന്നെ വിശ്വസിച്ചില്ല. നീ അതിന് വാതിൽ അടച്ചിട്ടില്ല. ഞാൻ വാതിൽ വെച്ചോ. പിന്നെ അപ്പച്ചൻ അടച്ചെന്നുകൊണ്ട് നിനക്കല്ല, അത് നിനക്ക് അത്രയും കൂടെ സൗകര്യമില്ലായിരുന്നു. അയ്യോ എന്നെ വിശ്വസിച്ചില്ല. ഞാൻ ചോദിച്ചു, നിന്നെ വിശ്വസിക്കാൻ നിനക്കെന്നതാ യോഗ്യത? മനസ്സിലാവുന്നുണ്ടോ? നോക്കണേ, വലിയ യോഗ്യതയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും സ്തോത്രം യോഗ്യത ഉണ്ടെന്നൊക്കെ ചിലപ്പോ പറഞ്ഞേക്കും. പക്ഷെ കാര്യമായി വലിയ യോഗ്യതയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവനെ വിശ്വസിച്ചില്ല എന്നത് അവന്റെ ഹൃദയത്തിന് വേദനയായെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും വേദന ഒന്നും ഇല്ലേ? ഹൃദയത്തിന് വേദനയായെങ്കിൽ ജീവൻ തന്ന് സ്നേഹിച്ച എന്റെ കർത്താവിനെ ഹൃദയപൂർവ്വം വിശ്വസിച്ച് നമ്മുടെ കൊച്ചു ജീവിതം അവന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്ന് വേദന ഉണ്ടെന്ന് ഓർക്കണം.
നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. സ്തോത്രം. അതാണ് കർത്താവുമായ വ്യക്തിബന്ധമാണ് രക്ഷയുടെ ആത്യന്തികമായുള്ള ഫലം. കേൾക്കണേ, കർത്താവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് പോകാൻ നിത്യജീവൻ. മരണം വേർപാടാണ്, ജീവൻ കൂട്ടായ്മ, ദൈവത്തോടുള്ള ഹൃദ്യമായ കൂട്ടായ്മ. അത് കർമ്മമാർഗത്താൽ നടത്തിയത്, അത് വിശ്വാസമാർഗത്താൽ. ഇന്നത്തെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ മനുഷ്യൻ refused to accept this. So God allowed him a chance, a time and age to do and gain his salvation. അവന്റെ പാപപരിഹാരത്തിന് വേണ്ടി ചെയ്തോളാമെന്ന് പറഞ്ഞ് വീമ്പിളക്കിയ മനുഷ്യനത് ചെയ്യാൻ ഒരു സമയം കൊടുത്തു. സ്തോത്രം. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അതാണ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കർമ്മമാർഗക്കാരന്റെ ചിത്രം കാണാം. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ വിശ്വാസമാർഗക്കാരുടെ ഒരു നീണ്ട നിരയാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് വായിച്ചു നോക്കണം. 4-ാം അധ്യായത്തിൽ കയീൻ തന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമമാണ്. പിന്നെ കയീന്റെ പിള്ളേരുടെ കാര്യം, തലമുറയുടെ കാര്യമൊക്കെയാണ്. കർമ്മമാർഗത്താൽ ഒടുക്കം ആ തലമുറ വന്ന് ബഹുഭാര്യത്വത്തിലും കൊലപാതകത്തിനു വേണ്ടിയുള്ള ഒരു താല്പര്യത്തിനുമൊക്കെ ലാമക്കിൻ ഭാര്യമാരെ ആദയും സില്ലയുമായിട്ട് ഒരു കെട്ടുകൊള്ളുകയും, എന്റെ പരിക്കിന് പറഞ്ഞാൽ ഒരു പുരുഷനെയും എന്റെ മുറിവിന് പറഞ്ഞാൽ ഒരു മനുഷ്യനെയും കൊല്ലും, പിന്നെ കൈയിന് വേണ്ടി 7 ഇരട്ടി ഭാരം കൊടുക്കുമെങ്കിൽ എനിക്ക് വേണ്ടി അതിനേക്കാൾ 77 ഇരട്ടി പകരം കൊടുക്കും എന്നൊക്കെ പറയുന്ന നോക്കണേ. പ്രതികാരത്തിന്റെ മുറിവേറ്റിട്ട് പ്രതികാരത്തിന് വേണ്ടി കൊലവിളി വിളിക്കുന്ന ഒരു ചിത്രം കൊണ്ടാണ് 4-ാം അധ്യായം തീരുന്നത്. മനസ്സിലായില്ലേ? കർമ്മമാർഗത്തിന്റെ ഫലവിധ. സ്തോത്രനെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൊല്ലും കൊലയും ഇന്ന് നോക്കണേ. ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ആരാധനയുടെ പേരില്ല. 1-ാമത്തെ കൊലപാതകം ആരാധനയുടെ പേരില്ല. സത്യാരാധനക്കാരനെ വ്യാജാരാധനക്കാരൻ കുത്തിക്കൊല്ലുകയാണ്. കർമ്മമാർഗക്കാരൻ വിശ്വാസമാർഗക്കാരനെതിരെ വാളെടുക്കുകയാണ്. സ്തോത്രം. ഇന്നും ലോകത്തിലെ ഏത് ഏറ്റുമുട്ടലാന്ന് പറഞ്ഞാൽ അടിസ്ഥാനത്തിൽ കിടക്കുന്നത് ഇതാണ്. മനസ്സിലായല്ലോ? What is happening in the Middle East? What is happening in Jerusalem? What is happening elsewhere? At the basis, അടിസ്ഥാനത്തിൽ കിടക്കുന്നില്ല. സ്തോത്രം. ദൈവവിശ്വാസമാണ്. നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് റിലീജിയസ് ബിലീഫ്സ് അതാണ് അടിസ്ഥാനത്തിൽ കിടക്കുന്നു. ഇവിടെയും അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അങ്ങനെ. മുമ്പോട്ട് പോട്ടെ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ സ്തോത്രം ഒരു നീണ്ട നിരയാണ്. നീണ്ട നിര, വിശ്വസിച്ച കൂട്ടത്തിന്റെ ഒരു നീണ്ട നിരയാണ്. ആദമിന് ശേഷം കയീന്റെ ഹബീലിന്റെ ചിത്രം കൊണ്ട് മാറ്റിട്ട് ചേത്തം, സ്തോത്രം, ഏനോസ്, കേനാൻ, മഹ്ലയേൽ, യാരദ്, ഹനോക്ക്, മെഥൂശലേ, ലാമെക്ക്, നോഹ. ഇത്രയും തലമുറകളാണ്. കൂട്ടത്തിൽ ഹാനോക്ക്. ഓരോരുത്തരെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറയണം. ഞാൻ അവിടെ നിന്ന് എന്റെ സ്കീം തിരിക്കാൻ അവിടെ ഞാൻ നിൽക്കുന്നുണ്ട്. മെഥൂശലൻ 6-ാം അധ്യായത്തിൽ ഒരു പ്രയോഗം ചിലർക്ക് തിരുത്താൻ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ചെറിയ വിശീലനം പറയുന്നത്. സ്തോത്രം. അവന്റെ കാലം 120 വർഷമാകുമെന്ന് ഒരു വാക്യമുണ്ട്. 6-ാം അധ്യായം 1 മുതൽ വായിച്ചേ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരുടെ കിട്ടി തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലം ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ ആ കാലം 120 സംവത്സരമാകും അരുളി ചെയ്തു. അവന്റെ കാലം, അതായത് ഒരു മനുഷ്യന്റെ ആയുസ് 120 വർഷമാകുമെന്നല്ല അർത്ഥം. അവന്റെ കാലം ആ പോയിന്റ് മുതൽ ന്യായവിധി വരെ
പ്രളയം വരെ 120 വർഷമാണ്. അതുകൊണ്ടാണ് നോഹ 120 വർഷം പ്രസംഗിച്ചെന്ന് പറയുന്നത്. നീതിപ്രസംഗിയായ നോഹ എന്ന് പറയുന്നത്. കേൾക്കണേ, അതായത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. വേദപുസ്തകം പറയുന്ന ആദ്യത്തെ പ്രവാചകൻ ഹാനോക്കാണ്. ഹാനോക്കിന്റെ പ്രവചനം ഭൗമികമല്ല, ആത്മീയമാണ്. യൂദായുടെ ലേഖനത്തിൽ പറയുന്നു, ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും കർത്താവ് ഭക്തി കെട്ടവർ ന്യായം വിധിപ്പാൻ 1000 വിശുദ്ധന്മാരോട് വരുന്നുവെന്ന് അവൻ പ്രവചിച്ചു. ഹാനോക്ക് ആദ്യത്തെ, വേദപുസ്തകം പേര് പറഞ്ഞ് സൂചിപ്പിക്കുന്ന ആദ്യത്തെ പ്രവാചകൻ. പ്രവചനം എന്ന് പറഞ്ഞാൽ കണിയാന്റെ കൂട്ട് വായു പറയുന്നതല്ല. അത് നേരം കിട്ടുന്നതനുസരിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കേൾക്കണേ, ദൈവം അങ്ങനെ കണിയന്മാരായിട്ട് ആരംഭിച്ചിട്ടില്ല. ആത്മീയവർത്തനം വരുത്തുന്ന കാര്യങ്ങളെ പ്രവചനം പറയുള്ളൂ. അതുകൊണ്ട് 9, 10 യോഗ്യതകൾ പ്രവചനത്തെ നിർവഹിച്ചിട്ടുണ്ട്. എനിക്കത് പറയണമെന്നുണ്ട്. സ്തോത്രം. അത് മുമ്പോട്ട് പോട്ടെ. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന ദൈവം തന്റെ ഹൃദയ രഹസ്യങ്ങളൊക്കെ ഹാനോക്കായിട്ടൊക്കെ ഷെയർ ചെയ്തു. വരാനിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. എന്നാൽ ഇനിയും വരാനുള്ള കാര്യമായി 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് 1000 വിശുദ്ധന്മാരോട് വരുന്ന കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, മേഘപ്രത്യക്ഷത, മഹത്വ പ്രത്യക്ഷത, അതിന്റെ ഒക്കെ ചിത്രം ആർക്ക് കൊടുത്തു? ഹാനോക്ക് കൊടുത്തു. ഹാനോക്ക് മനോവേദനയോട് ദൈവത്തോട് ചോദിച്ചാണ്, ദൈവമേ, ഈ മനുഷ്യന്മാർ ഇത്ര ഭാവികളാണല്ലോ, ഈ മഹാഭാവികളെ നീ എന്തുവാ ഇവനൊന്നും കൈകാര്യം ചെയ്യുന്നില്ലേ? പാപത്തിൽ പൊടി. സ്തോത്രം. അപ്പോൾ അവനൊരു മോനുണ്ട്. മോന്റെ പേര് മെഥൂശേലഹ. ദൈവം അവന് മോൻ ജനിക്കുന്ന സമയത്ത് ഹാനോക്കിനോട് പറഞ്ഞു, അവൻ മരിക്കുമ്പോൾ അത് വരും എന്ന് അവന് പേരിട്ടോളാൻ പറഞ്ഞു. മെഥൂശേലഹ് എന്ന വാക്കിന്റെ അർത്ഥം he dies, it comes. അവൻ മരിക്കുമ്പോൾ അത് വരുമെന്ന്. ഏതാ? ന്യായവിധി. സ്തോത്രം. ആ സമയം മുതൽ, സ്തോത്രം, നോക്കണേ, ഉള്ള കാലഘട്ടമാണ്. മെഥൂശലഹിന്റെ ആയുസ്, മെഥൂശലഹ് മരിച്ച വർഷമാണ് പ്രളയമുണ്ടായത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. വളരെ കൃത്യമാണ് അത്. അപ്പോൾ ദൈവം ഈ അരുളപ്പാട് കൊടുക്കുന്ന സമയം മുതൽ ജലപ്രളയം വരെ 120 വർഷമാകുമെന്ന്. അവന്റെ കാലം 120 വർഷമാകുമെന്ന്, അല്ലാതെ മനുഷ്യന്റെ ആയുസ് 120 വയസ്സാകുമെന്നല്ല. 70 ഏറെയായ 80 സ്വൈര്യമായും സുബോധത്തോടും സാധാരണ ജീവിക്കും. ബാക്കിയൊക്കെ ഗ്രേസ് ആണ്, ഗ്രേസ് പീരീഡാണ്. മനസ്സിലാകുമല്ലോ? സ്തോത്രം. അപ്പോൾ അതാണ് 5-ാം അധ്യായത്തിലെ ചിത്രം. നിങ്ങൾ വീട്ടിൽ ചെന്ന് കണക്ക് കൂട്ടിക്കോളൂ. കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മെഥൂശലഹ് മരിച്ച വർഷമാണ് ജലപ്രളയം ഉണ്ടായത്. അന്ന് നോഹയ്ക്ക് പ്രായം 600 വർഷമാണ്, 600 വയസ്സാണ് അന്ന് പ്രളയം ഉണ്ടായത്. ഇനി 6-ാം അധ്യായത്തിലെ ആ ഒരു കാര്യം കൂടെ എടുത്ത് 3-ാം വാക്യത്തിൽ, എന്റെ ആത്മാവ് മനുഷ്യനിൽ സദാകാലവും സ്വാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുവരെയും ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യനോട് എന്ത് ചെയ്യുന്നുണ്ട്? 2000 വർഷത്തെ ചരിത്രമാണ് ചുരുക്കി അവിടെ പറഞ്ഞേക്കുന്നത്. 2000 വർഷം. അപ്പൊ അതുവരെയും കാലങ്ങളെ കുറിച്ചൊക്കെ മനുഷ്യന് വ്യക്തമായ ചിത്രം കിട്ടും. കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം നമ്മൾ പെട്ടെന്ന് വിചാരിക്കരുത്, മരിച്ചു, ആദാം മരിച്ചു, പിന്നെ ദീർഘമായ ഒരു കാലം യാതൊരു ക്രിസ്തീയ സാക്ഷ്യം അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചൊരു സാക്ഷ്യമില്ലാതെ. അങ്ങനല്ല. 2000 ആദാമിന്റെ പാപത്തിന് ശേഷം 2000 വർഷമായപ്പോൾ പ്രളയം ഉണ്ടായി. പ്രളയം ഉണ്ടാകുമ്പോൾ നോഹയ്ക്ക് 600 വയസ്സുണ്ട്. അപ്പോൾ പുറകോട്ട് കുറച്ച അങ്ങനെ എണ്ണുമ്പോൾ പാപം ചെയ്ത് കഴിഞ്ഞ് 1400 വർഷമായപ്പോൾ നോഹ ബാക്കി പറഞ്ഞ് ജനിച്ചു. കൂട്ടത്തിലുണ്ടായി. പ്രളയം കഴിഞ്ഞ് 1400 വർഷമായപ്പോൾ നോഹ ജനിച്ചു. 1400 വർഷമായപ്പോൾ നോഹ ജനിച്ചപ്പോൾ ഇനി ആദാമിന്റെ ആയുസ് 930 വർഷം. 930 വർഷമാണെന്ന് പറയുമ്പോൾ ബാക്കി 1400-ഉം 930-ഉം ഡിഫറൻസ് ഒന്ന് കൂട്ടിക്ക് 70, ഏതാണ്ട് 470 വർഷം. ആദാം മരിച്ചു കഴിഞ്ഞ് 470 വർഷം കഴിഞ്ഞപ്പോൾ നോഹ ജനിച്ചു. അന്നത്തെ ആയുസ് 800-900 ഒക്കെയാണ്. അപ്പോൾ ആദാമിൽ നിന്ന് നേരിട്ട് ഈ സത്യങ്ങളൊക്കെ കേട്ടവരിൽ നിന്ന് നോഹ ഈ സത്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങോട്ട് പറയാം. ആദാമിൽ നിന്ന് നേരിട്ട് ഈ സത്യമൊക്കെ
കേട്ടവരിൽ നിന്ന് ആര് കേട്ടിട്ടുണ്ട്? നോഹയുടെ തലമുറ കേട്ടിട്ടുണ്ട്. സ്തോത്രം. ദൈവം ആ തലമുറയെ പ്രളയമയച്ച് നശിപ്പിച്ചു എന്നുള്ളത് സ്തോത്രം വെറും നീതിയാണ്. എല്ലാം 120 വയസ്സൂടെ വർഷം കൂടെ കഴിയുമ്പോൾ ഇതിന്റെ കാലം കഴിയുന്നു. ദിസ് ഏജ് ഈസ് ഗോയിങ് ടു കം ടു ആൻ എൻഡ്. സ്തോത്രം. ഈ യുഗം തന്നെ തീരാൻ പോവുകയാണ്. അങ്ങനെ 600 വർഷം നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോൾ പ്രളയം അയച്ചു. പക്ഷെ വിത്തിനെടുത്ത് വെച്ചേക്കുന്ന പോലെ പഴയ സൃഷ്ടിയിൽ നിന്ന് മനസ്സിലായല്ലോ, വിത്തിനെടുത്ത് വെച്ചേക്കുന്ന പോലെ 8 മനുഷ്യന്മാര് മറ്റേ ശുദ്ധിയുള്ളതിനെയും ശുദ്ധിയില്ലാതിനെയും ഒക്കെ ഈ പട്ടകത്തിൽ സൂക്ഷിച്ചു. അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞു ആദാമിന്റെ പരമ്പര എന്ന് പറയുന്ന പോലെ പിന്നെ പറയാൻ കഴിയും നോഹയുടെ പരമ്പര. പിന്നെയും ഇത്രയും പാപത്തിൽ വർദ്ധിച്ചു വന്നു. അത് കഴിഞ്ഞ് നോഹയുടെ പരമ്പര വന്നപ്പോഴും അത് തന്നെ. പ്രളയത്തിന് ശേഷം നോഹ 350 വർഷം ജീവിച്ചിരുന്നു. ഇനി നോഹയും നമുക്കൊരു പാഠമാണ്. ഈ 350 വർഷം ജീവിച്ചിരുന്നപ്പോ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ച, അവൻ വലിയ യോഗ്യത കൃപയാ, കൂട്ടത്തിൽ കൃപ ലഭിച്ചു. കൃപ ലഭിച്ച നോഹ 380 വർഷം ജീവിച്ചപ്പോൾ കേക്കണേ, അവൻ കാണിച്ചത് ഒരു അന്നത്തെ നീതിമാന്റെ സ്ഥിതി ഇതാ. ഏതാ നോഹ കാണിച്ചത്? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, വീഞ്ഞു കുടിച്ച് ലഹരിച്ച് തലമുറയുടെ മേൽ ശാപം വരുത്തി വെക്കാൻ കാരണമായി. നോക്കണേ, സ്വന്തമായ നീതി കൊണ്ടും നേരിട്ട് ദൈവവുമായി കണ്ടതുകൊണ്ട് പോലും സ്തോത്രം, നേരിട്ട് രക്ഷ അനുഭവിച്ചത് കൊണ്ട് പോലും സ്വന്തം കഴിവുകൊണ്ടൊന്നും നീതിയിൽ തുടരാൻ കഴിയില്ല. എനിക്ക് അതിനെക്കുറിച്ച് പിന്നെയും പരാമർശിക്കുവാൻ താല്പര്യമുണ്ട്. അതിന് ഒരു ഭാഗമുണ്ട്. മുമ്പോട്ട് പോകട്ടെ. പിന്നെയും 2000 വർഷം, അടുത്ത 2000 വർഷം ദൈവം പ്രത്യേകം നേരിടുക. സ്തോത്രം. അബ്രഹാമിന്റെ കാലം, അബ്രഹാമിനോട് ദൈവം ഇടപെട്ടു. സ്തോത്രം. സകല ജാതികളും പാപത്തിൽ തുടരുക. സകല ജാതികളും പാപത്തിൽ തുടരുമ്പോൾ ദൈവം മെസൊപ്പൊത്താമിയയിലെ കൽദായരുടെ ഊരിൽ ഒരു മനുഷ്യനെ കണ്ടു. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ കണ്ടു. സത്യദൈവത്തെ കുറിച്ച് അന്വേഷണ ബുദ്ധിയുള്ളവരെ കണ്ടു. അങ്ങനെ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിന് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്തിൽ എവിടെ കണ്ടോ? ഭാര്യയും കൂട്ടി, അപ്പനെയും കൂട്ടി, സഹോദരപുത്രനായ ലോത്തിനെയും കൂട്ടി 7 കെട്ടും എടുത്ത് ഇവൻ യാത്രയാണ്. യാത്ര ചെയ്യുമ്പോൾ ആരാനും ചോദിച്ചെന്നിരിക്കട്ടെ, അബ്രഹാമി, അന്ന് അബ്രാമ, പിന്നാണ് അബ്രഹാമായി. അബ്രാമി എങ്ങോട്ടേക്കാ? അബ്രാം എന്ന വാക്കിന്റെ അർത്ഥം സമുന്നതനായ പിതാവെന്ന, എക്സാൾട്ടഡ് ഫാദർ എന്ന. അബ്രഹാം എന്ന് പറയുമ്പോൾ ബഹുജാതികളുടെ പിതാവെന്നായി. അങ്ങനെ അവിടെ സാറായി എന്ന് പറഞ്ഞാൽ എന്റെ രാജകുമാരി. സാറായി എന്ന് പറയുമ്പോൾ എന്റെ രാജകുമാരി. സാറ എന്ന് പറയുമ്പോൾ ആ എന്റെ എന്നുള്ളത് മാറി രാജകുമാരി. ഞാൻ കൂടുതൽ വിശദീകരിക്കാം. ഇപ്പൊ ഞാൻ ഈ ഭാഗം കൊണ്ടും അല്പം മുമ്പോട്ട് പറഞ്ഞു പോട്ടെ. നമ്മുടെ മെയിൻ വിഷയം കുറച്ചും കൂടെ എങ്കിലും നീങ്ങണമല്ലോ. സ്തോത്രം. അങ്ങനെ കാണിപ്പാൻ വിദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ പുറപ്പെട്ടു. ആരും ചോദിച്ചു, അബ്രഹാം എങ്ങോട്ടാ? അതെ, ദൈവം എനിക്ക് പ്രത്യക്ഷം. ഓ, ദൈവം പ്രത്യക്ഷം. അറിയാതെ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു സ്ഥലം കാണിക്കാമെന്ന്. അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ശരി, കാണിക്കാൻ പറഞ്ഞല്ലേ? എവിടെയാണ്? അറിയാൻ മേല. എന്നങ്ങ് ചെല്ലും? അറിയാൻ മേല. മലയാണോ താഴ്വരയാണോ പീഠഭൂമിയാണോ മലമ്പ്രദേശം? അറിയാൻ മേല. കുടിക്കാൻ വെള്ളം വല്ലതും കിട്ടുന്നതാണോ? ചേട്ടാ അറിയാൻ മേലെന്ന്. ഇവിടെ കഴിക്കാൻ ഭക്ഷണം വല്ലതും കിട്ടുന്നതാണോടു? എന്റെ ചേട്ടാ എനിക്ക് ഇതൊന്നും അറിയാൻ മേല. വല്ല വന്യമൃഗങ്ങളൊക്കെ വല്ല കാട്ടുപ്രദേശം വല്ലതാണോ? ഒരു പിടിയില്ല. ഇതൊന്നും എനിക്കറിയാം. നിനക്ക് പിന്നെ എന്നെ അറിയാം. പൗലോസിന്റെ വാക്ക് ഞാനൊന്ന് കടമെടുത്തോണ്ട് ഇങ്ങനെ പറഞ്ഞോട്ടെ. സ്തോത്രം. എന്നെ വിളിച്ചവനെ എനിക്കറിയാം. അതേ അറിയുള്ളൂ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ വേറൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ വിളിച്ചവനെ എനിക്കറിയാം.
ഇതല്ലോ, ഇതാ വിശ്വാസം. കണ്ടോ, ഇന്നത്തെ നമ്മൾ പറയുന്ന വിശ്വാസങ്ങളുടെ വ്യത്യാസം മനസ്സിലായി. ദൈവത്തെ absolute confidence in the unfailing goodness, care and love of God, proved in implicit obedience. യാത്രയായി. ഓ, ഈ വിശ്വാസത്തിന് മുമ്പിൽ സ്വർഗം പ്രസാദിച്ചു. സഹോദരങ്ങളെ, നിങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ 40 ഉപവാസം എടുത്തോണ്ടായില്ല. നിങ്ങളും ദൈവത്തെ പ്രസാദിക്കണമെങ്കിൽ ഇങ്ങനെ അവനെ അതെ. എനിക്ക് മുമ്പോട്ട് പോകട്ടെ. ദൈവം അബ്രഹാമിനെ അങ്ങനെ യോഗ്യനായി. അതുകൊണ്ടാണ് അബ്രഹാമിന് ദൈവം പേരിട്ടു എന്റെ സ്നേഹിതൻ. ഇടയ്ക്കിടയ്ക്ക് എല്ലാം ദൈവം അബ്രഹാം ഒരുമിച്ച് കണ്ട് സംസാരിക്കും. കണ്ടോ, കൂട്ടായ്മ. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കോർഡിയൽ ഫെലോഷിപ്പാണ്. സ്തോത്രം. പിന്നെ അവന്റെ തലമുറയെയും ദൈവം തെരഞ്ഞെടുത്തു. ഇന്ന് ലോകത്തിൽ എടുത്ത അബ്രഹാമിന്റെ തലമുറയായത് ഏറ്റവും ദേവന്മാരായിരിക്കുന്നത്, അല്ലേ? ഇവിടെ സ്തോത്രം. മുൻപോട്ട് പോകട്ടെ. നോഹയുടെ മക്കളായ സേം, ഹാം, യാപ്പേത്ത് 3 പേരുടെ തലമുറയാണ് ലോകം. അതിൽ സേമിന്റെ പരമ്പരയിൽപ്പെട്ടവരായി അബ്രഹാമിന്റെ അവന്റെ തലമുറയെ, ഇസഹാക്കിന്റെ തലമുറയെ തെരഞ്ഞെടുത്തു. സ്തോത്രം. എന്തിനാ തെരഞ്ഞെടുത്തറിയാം? ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അതായത് ഇസ്രായേൽ തെരഞ്ഞെടുപ്പിന്റെ കാരണങ്ങൾ വേഗം പറയാം. നമ്പർ 1, ബഹുദൈവ വിശ്വാസം അപ്പോഴേക്കും ലോകത്തിൽ പ്രചരിച്ചു കഴിഞ്ഞു. ബഹുദൈവ വിശ്വാസം ലോകത്തിൽ പ്രചരിക്കുമ്പോൾ ഏകദൈവ വിശ്വാസം നിലനിർത്തേണ്ട ഒരു ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. 2, ഒരു വിശുദ്ധ വംശത്തെ ഒരുക്കി ആ വിശുദ്ധ കുടുംബത്തിൽ തന്റെ പുത്രനെ രക്ഷകനായി ലോകത്തിൽ അയക്കേണ്ടതിന് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. 3, പാപപരിഹാരത്തിനുള്ള വ്യവസ്ഥകൾ മനുഷ്യവർഗത്തെ അറിയിക്കാൻ ഒരു മധ്യസ്ഥനായി ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. 4, ദൈവസഭയ്ക്ക് ഒരു സാധന പാഠമായിരിക്കേണ്ടത് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. ടു ബി ആൻ ഓബ്ജക്ട് ലെസൺ ടു ദ ചർച്ച്. പറക്കല്ലേ, ചർച്ചാണ് ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടേ? പറക്കല്ലേ. അതാണ് 1 കൊരിന്തി 10-ാം അധ്യായത്തിലെ 11-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ഇത് അവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. ലോകസാരമന്ത്രി നമുക്ക് ബുദ്ധിയുപദേശത്തിനായി. സ്തോത്രം. നമുക്കൊരു സാധന പാഠമായിരിക്കണം. ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. അടുത്തത്, പാപപരിഹാരത്തിലുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ മനുഷ്യൻ അശക്തനാണെന്ന് തെളിയിക്കേണ്ടതിന് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. To prove that no man is able to keep all the precepts of the law and gain salvation. സ്തോത്രം. കുറഞ്ഞത് ഈ 5 കാരണങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലായി വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇത്രയും കാലം ഇതും നോക്കണം. സഭയാണ് അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം. സഭയ്ക്ക് ഓബ്ജക്ട്ലെസ്സായിരിക്കാൻ, സഭയുടെ സ്തോത്രം, സഭയെ വീണ്ടെടുക്കേണ്ടത്, രക്ഷകനായ യേശുവിനെ അയക്കേണ്ടത്. സ്തോത്രം. പാപപരിഹാരത്തിലുള്ള വ്യവസ്ഥകൾ മനുഷ്യനെ അറിയിക്കേണ്ടത്. കർത്താവ് വ്യവസ്ഥ നിവർത്തിച്ചത്. അടുത്തത്, സ്തോത്രം, പാപപരിഹാരത്തിന് നിർദ്ദേശിക്കപ്പെട്ട വ്യവസ്ഥ പാലിക്കാൻ മനുഷ്യരാരും ശക്തരല്ലെന്ന് നിർവഹിക്കേണ്ടത്. ഈ 5 കാരണങ്ങളിൽ പ്രധാനമായി ഈ 5 ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്. സ്തോത്രം. അങ്ങനെ അവന്റെ തലമുറയെ തെരഞ്ഞെടുത്തു. 430 വർഷം അടിമകളായിരുന്നു മിസ്രൈമിൽ. എന്തിനാ മിസ്രൈമിൽ അടിമയിൽ വിട്ടത്? സ്തോത്രം. ദൈവം തന്നെ വെളിപ്പെടുത്താൻ, തന്നെ തന്നെ അവർക്ക് ഒരു ജാതി എന്ന നിലയിൽ, ഒരു നേഷൻ, ഒരു ദേശം എന്ന നിലയിൽ, അവരൊരു രാജ്യമായി രൂപപ്പെടുന്നത് വരെ അവരുടെ ഒരു ഇൻക്യുബേഷൻ ഗ്രൗണ്ട് ആയിട്ടാണ് ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് പറയാം. ഞാൻ പറയുന്നത് മനസ്സിലായോ? യു നോ ദ വേർഡ് ഇൻക്യുബേഷൻ ആസ് ആൻ ഇൻക്യുബേഷൻ ഗ്രൗണ്ട്. അതായത് കോഴി മുട്ട ഇങ്ങനെ ഇട്ടിട്ട് 10-20 മുട്ടയാവുമ്പോ അതിന് മുകളിൽ പൊരുന്നയിരിക്കും. പൊരുന്നയിരുന്നാൽ ഒന്നിച്ച് വിരി.
20 ദിവസം മുമ്പ് ഇട്ട മുട്ടയും 20ാമത്തെ ദിവസം ഇട്ട മുട്ടയും ഒന്നിച്ച് ഒരു കൂട്ടമായി ഒന്നിച്ചിറങ്ങുന്ന പോലെ. ഇസ്രായേലിനെ വിട്ടവൻ like an incubation ground for the family to come out as a nation knit together. സ്തോത്രം. മാത്രമല്ല അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വായിച്ച ഉദ്ദേശമുണ്ട്. എങ്ങനെ മറ്റേതൊരു ജാതിയുടെയും ദൈവത്തെക്കാൾ അവരെ വിളിക്കുന്ന ദൈവം ശക്തനാണെന്ന് അവിടെ തെളിയിക്കാനാണ്. മിസ്രയീമിൽ 10 ബാധകൾ അയച്ചു. ആദ്യത്തെ 9 ബാധകൾ അവരുടെ ആരാധനാ മൂർത്തികളുടെ മേലുള്ള ന്യായവിധിയാണ്. നൈൽ നദിയെ അവർ പൂജിച്ചിരുന്നു. അതുകൊണ്ട് നൈൽ നദിയിലെ വെള്ളം വ്യക്തമാണ്. തവള അവരുടെ ആരാധനാമൂർത്തിയായിരുന്നു. പേൻ അവരുടെ ആരാധനാമൂർത്തിയായിരുന്നു. തലയിൽ വളരുന്ന മനുഷ്യന്റെ പേൻ. മൃഗങ്ങളെ അവർ ആരാധിച്ചിരുന്നു. മൃഗവ്യാധി നയിച്ച് മഴയെ അവർ ആരാധിച്ചിരുന്നു. അനിമിസായിരുന്നു. അതോട് കൽമഴയച്ചു. വെളിച്ചത്തെ സൂര്യഭഗവാനെ അവർ ആരാധിച്ചിരുന്നു. അതോട് കൂരിട്ടുണ്ടായി. മിസ്രയീമിലെ ദേവന്മാരുടെ മേലുള്ള ന്യായവിധിയാണ് 9 ബാധകൾ. 10ാമത്തെ ബാധ ഓരോ വീട്ടിലെയും മൂത്തയാളിനെയാണ് ആ വീട്ടിലെ പുരോഹിതനായി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് 9 ബാധകൾ ആരാധനാ മൂർത്തികളുടെ മേലുള്ള ന്യായവിധിയാണെങ്കിൽ 10ാമത്തെ ബാധ അവരുടെ പ്രവാചകന്റെ മേലുള്ള ന്യായവിധിയായിരുന്നു. വേറെ കാരണങ്ങളോട് ഞാൻ പറയാം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു ക്ലോസ്ലി knit together nation. അങ്ങനെ കഷ്ടതയിലാവുമ്പോ ഒന്നിച്ചു കൂടും കേട്ടോ. സമൃദ്ധി ആവുമ്പോഴാ പാലക്കാൻ പിരിഞ്ഞുപോലെ പിരിയുന്നത്. കഷ്ടതയിലാവുമ്പോ എപ്പോഴും ഒന്നിച്ചു കൂടും. യു ഗെറ്റ് മീ? മിസ്രയീമ്യരുടെ ചാട്ടവാരണയുടെ കീഴിൽ ആ കഷ്ടതയിൽ അവർ ഒരുമിച്ചു. As a closely knit unit, they came out of Egypt. മാത്രമല്ല മിസ്രയീമ ദേവന്മാരെക്കാളെല്ലാം വലിയവനാണ് അവരെ വിളിക്കുന്നത് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. അവരെ ബോധ്യപ്പെട്ടു. കാര്യം 400 വർഷത്തെ അടിമപ്പണി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ആ മാനസികമായി പോലും അവരങ്ങ് അടിമകളായി പോയി. നിങ്ങളുടെ കൂടെ ഉണ്ടേ? മാനസികമായി തന്നെ അവരങ്ങ് അടിമകളായി. അവരെ അവിടെ നിന്ന് ധൈര്യപ്പെടുത്തി ഇറക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ അവിടെ നടക്കണമായിരുന്നു. സ്തോത്രം. കൂടുതൽ വിശദീകരണത്തിന് നിൽക്കുന്നില്ല, സമയം പോരായല്ലോ. മുമ്പോട്ട് പോട്ടെ. വിശദീകരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഒത്തിരി കാര്യം അവിടെ ഉണ്ട്. ചില ചോദിക്കുന്ന വിശദീകരണമുണ്ട്. ദൈവത്തിന് ഇവരെ കൊണ്ടുപോയാൽ പോരായിരുന്നു. ഒന്ന് അവരുടെ കടിഞ്ഞൂലിലെല്ലാം ഒന്നിച്ചു പോകാനായിരുന്നു. കൊള്ളാം. അന്യായമല്ലായിരുന്നു എന്ന് ചോദിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊള്ളാം. ഈ ന്യായവാദം പറയുമ്പോൾ 2 വശവും പറയണ്ടേ? ഇസ്രായേൽ മക്കളെ ആൺകുഞ്ഞുങ്ങളെ എല്ലാം ജനിക്കുന്ന പറഞ്ഞ നൈൽനദിയിലോട്ട് വലിച്ചെറിഞ്ഞപ്പോ നിങ്ങളുടെ ന്യായവാദം എവിടെയായിരുന്നു? മനസ്സിലാവുന്നുണ്ട്? അതെ. പിന്നെ ചോദിക്കും, അവരെ കൊള്ളയും കൊണ്ടുപോകുന്നില്ലേ? അവിടെ സമ്പത്തെല്ലാം കൊണ്ടുപോകുന്നില്ലേ? അതെന്നാ 400 വർഷത്തോളം, അത് വേറെ ഒരു കണക്കനുസരിച്ച് 230 വർഷമാണ് മിസ്രയീമിൽ നൂറ്റാണ്ടുകളുടെ അടിമപ്പണി ചെയ്തിട്ടും വെറും കൈയായി പറഞ്ഞയക്കുന്നത് ദൈവം തന്നെ നീതി വെളിപ്പെടുത്തിയ രാത്രിയാണ്. സ്തോത്രം. അങ്ങനെ ആ രാത്രി അവരോട് പുറപ്പെടുക. പക്ഷെ ഇവർക്ക് പോരാൻ വലിയ മനസ്സും ധൈര്യവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ പോകുന്ന ദിവസം ഇതൊക്കെ പറയുക. സ്തോത്രം. കുഞ്ഞാടെ അറുക്കണം, ഇതെല്ലാം പറഞ്ഞു. ആബീബ് മാസം എന്ന 1-ാം മാസം 10-ാം തീയതി എല്ലാ ഇസ്രായേലി വീട്ടുകാരും ഓരോ ആടിനെ മാറ്റിക്കെട്ടണം. ഊനമില്ലാത്ത ആടിനെ മാറ്റിക്കെട്ടണം. 4 ദിവസം അതിനെ സൂക്ഷിക്കണം. 4-ാം ദിവസം സന്ധ്യയ്ക്ക് അതിനെ അറുക്കണം. ആ രക്തം കട്ടിളക്കാൻ 2 കുറുമ്പടിമേലും പൂശണം. വാതിലടച്ചകത്തിരുന്നോണം. അതിന്റെ മാംസം തീയിൽ ചുട്ട് കയ്പ് ചിരിയോടുകൂടെ തിന്നണം. ഇതെല്ലാം പറയണം. ഇന്ന് രാത്രി നമ്മൾ പുറപ്പെട്ടു പോവുക. ഇതെല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടും
ഇവർക്ക് കാര്യമായിട്ട് അതിൽ താല്പര്യമൊന്നുമില്ല. ഇവർ പറഞ്ഞു തന്നൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് അന്നേരവും അവരെ നമ്മൾ വായിക്കുന്നുണ്ട്, കൊലം നിറേച്ച കുഴച്ചു വെച്ചിട്ടുണ്ട് കുളിക്കാൻ. ഇത് തുണിക്കകത്ത് കെട്ടി രാത്രി പാതിരാത്രി മിസ്രൈം വരെ അവരെ ഓടിച്ചു കളഞ്ഞ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങളെല്ലാം മരിക്കുന്നു, നിങ്ങൾ പൊയ്ക്കോ, ഓടിച്ചു കളഞ്ഞു. ആ രാത്രി ഓർക്കണം, ഇത് യേശുക്രിസ്തുവിന്റെ കാൽവരികളിലൂടെ നമ്മൾ പ്രാപിക്കുന്ന രക്ഷയുടെ ചിത്രമാണ്. 1 കൊരിന്തി 5-7 വായിക്കുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. നൂറ്റാണ്ടിൽ കഴിഞ്ഞപ്പോൾ അതേ പെസഹ ദിവസമാണ് എന്ന് പൊന്നു കർത്താവ് ഘോഷിക്കപ്പെട്ടത്. നോക്കണേ, ആ മാസം എന്ന 1-ാം മാസം 10-ാം തീയതി ആടിനെ മാറ്റിക്കെട്ടി 4 ദിവസം ആടിനെ കെട്ടിയിട്ടിരിക്കുക. 4 ദിവസം കുറ്റിച്ചോട്ടിൽ തലയും താറ്റി ആട് നിൽക്കുക. അതിന്റെ കൂടെ പറന്ന് ആട്ടിൻകുട്ടികൾ തലയുടെ പാലും കുടിച്ച് തുള്ളിച്ചാടി പുല്ലും തിന്ന് സന്തോഷം നടക്കുമ്പോ ഈ ആട്ടിൻകുട്ടിയെ കെട്ടിയിട്ടിരിക്കുക. ആരാന്ന് ചോദിച്ചതിരിക്കട്ടെ, എന്താ ഇതിനെ കെട്ടിയിട്ടിരിക്കുന്നത്? ഇതിനെയോ കൊല്ലാൻ മാറ്റി നിർത്തിയിരിക്കുക. കൊല്ലാൻ മാറ്റി നിർത്തി 4 ദിവസം ആടവിടെ കാത്തു നിന്ന് കൊല്ലപ്പെട്ടതുപോലെ ലോകസ്ഥാപനം മുതലേ സ്തോത്രം കർത്താവ് നമുക്ക് വേണ്ടി യാഗമാകാൻ മാറി നിൽക്കുകയാണ്. ആ മാറി നിൽപ്പ് എത്ര നാൾ തുടർന്നെന്നറിയാമോ? 4000 വർഷം. 4000 വർഷം. 1000 സംവത്സരം ഒരു ദിവസമെന്ന ദൈവിക കണക്കിൻ പ്രകാരം. മനുഷ്യന്റെ കണക്കിലെ 4000 വർഷവും ദൈവത്തിന്റെ കണക്കിലെ 4 ദിവസവും. ഈ ആട് മാറി നിൽക്കുക. ഇവിടെ നിഴലായ ആട് മിസ്രൈമിൽ 4 ദിവസം കൊല്ലപ്പെടാനായി മാറി നിന്നതുപോലെ ലോകസ്ഥാപനം മുതൽ ദൈവത്തിന്റെ കണക്കിലെ 4 ദിവസം 4000 വർഷം യേശു യാഗമാകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടി. സ്തോത്രം. നിശ്ചിത സമയത്ത് അത് കൊല്ലപ്പെട്ടു. കേട്ടേ? നിശ്ചിത സമയത്ത്. അതിനിടയിൽ കേട്ടെ, ആട് കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇവരെ വിടുവിക്കാനുള്ള വിവിധ ഉപാധികൾ അവിടെ നിർദ്ദേശിക്കപ്പെടുകയാണ്. ഇത് ചെയ്തു, ഈ ബാധ 6-ാം ബാധ എന്നാ ഇപ്പൊ ഇങ്ങോട്ട് വെക്കോ, മനസ്സിലായി? പല ഉപാധികൾ നിർദ്ദേശിക്കപ്പെട്ടു. അതുകൊണ്ടൊന്നും അവർക്ക് മോചനം ഉണ്ടായി. ഇതുപോലെ ന്യായപ്രമാണ യുഗത്തിൽ കർമ്മ ആചാരങ്ങളിൽ കർമ്മമാർഗത്തിന്റെ വിവിധ പണികൾ. സ്തോത്രം. അന്ന് മുതൽ ലോകസ്ഥാപനം മുതൽ കാൽവരി വരെയുള്ള 4000 വർഷം മനുഷ്യൻ ഏർപ്പെട്ടെങ്കിലും അതുമൂലം പരിഹാരം. സ്തോത്രം. അങ്ങനെ ആ ദിവസം ആട് കൊല്ലപ്പെടും. കേട്ടേ, ഒരു വീട്ടിൽ ഒരാളാണ് കൊല്ലപ്പെടേണ്ടത്. ആ ഒരു വീട്ടിൽ ഒരുവന് പകരം ഒരാണ്. സ്തോത്രം. ഒരാട് കൊല്ലപ്പെടുകയാണ്. ഒരുവന് പകരം ഒരാട്. ഒരു വ്യക്തിക്ക് ഒരാട്. നേക്കണേ, അവിടെ മീൻസ് ഏദൻ തോട്ടത്തിൽ ആദം പാപം ചെയ്തപ്പോൾ ആ ഒരു കുടുംബത്തിനു വേണ്ടി അവിടെ ഒരാട് കൊല്ലപ്പെട്ടു. മിസ്രൈമിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരാട് കൊല്ലപ്പെടുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ മഹാപാപപരിഹാര ദിവസം ഒരു ജാതിക്ക് വേണ്ടി ഒരു യാഗം. സ്തോത്രം. ഇനിയും വരുമ്പോൾ ആദാമ്യ കുടുംബത്തിനു വേണ്ടി ഒരു ആട്ടിൻകുട്ടി കൊല്ലപ്പെടുകയാണ്. ഇതെല്ലാം കാൽവകിലോട്ട് വലിയുണ്ടുകയാണ്. സ്തോത്രം. അവിടെ കട്ടിളക്കാൽ 2 കുറുമ്പടിമേലും രക്തം പൂശി. ആ രക്തത്തിന്റെ മറവിൽ അവർ മറഞ്ഞിരുന്നു. ഇവിടെ സ്തോത്രം നമ്മുടെ ഇടയിൽ ഇപ്പോൾ കട്ടിളക്കാലിന്മേൽ 2 കുറുമ്പടിമേലും അല്ല, ഹൃദയത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹൃദയത്തിലാണ് രക്തം തളിക്കപ്പെടുന്നത്. ഞാൻ ദിവസം പറഞ്ഞതാണ് എന്റെ ഓർമ്മ. യേശുവിന്റെ രക്തം നമ്മുടെ ഹൃദയത്തിലാണ് തളിക്കപ്പെടുന്നത്. അല്ലേ? ഭാമയല്ല, ഹൃദയത്തിൽ. അവന്റെ മരണം എന്റെ മരണമാണ്. അങ്ങനെ അവിടുന്ന് പുറപ്പെടുവിച്ചു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുക.
സ്തോത്രം. 40 വർഷത്തെ യാത്ര. അവർക്ക് സീനായിൽ വെച്ച് പ്രമാണം കൊടുക്കുക. പ്രിയ മക്കളെ, അതിന്റെ ആ നിഴലിന്റെ അത് ഞാൻ ചിട്ടയായിട്ട് പറഞ്ഞ് ഞാൻ അധികം ദീർഘിപ്പിക്കാതെ വാക്കുകളൊക്കെ സമീപിക്കാം. ഇത് യേശുക്രിസ്തുവിന്റെ യാഗമരണത്തിലൂടെ നമ്മൾ പാപപരിഹാരം പ്രാപിച്ച് നിത്യജീവനിൽ ഓഹരിക്കാരാകുന്നു എന്നുള്ളതിന്റെ ഒരു നിഴലാണ് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ട് ആട്ടിൻകുട്ടിയുടെ ചോരയാൽ വിടുവിക്കപ്പെട്ട് കനാൻ ദേശം കൈവശമാക്കുന്നത്. സ്തോത്രം. മിസ്രൈം ഈ ലോകത്തിന് പ്രതീകമാണ്, നിഴലാണ്. മിസ്രൈമിലെ ഭരണാധികാരിയായിരുന്നു ഫറവോൻ. ഈ ലോകത്തിന്റെ അധിപതിയാണ് പിശാച്. ഫറവോന്റെ കീഴിലിരിക്കുന്ന മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നത് പോലെ ദുഷ്ടന്റെ അധീനതയിലിരിക്കുന്ന ലോകത്തിൽ മനുഷ്യകുലം അടിമകളായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ മിസ്രൈം ഈ ലോകത്തിനും ഇനി യേശു ക്രിസ്തുവിന് നിഴലാണ് പെസഹ കുഞ്ഞാട്. മിസ്രൈം ഈ ലോകത്തിനും ഫറവോൻ പിശാചിനും യേശു ക്രിസ്തുവിന് നിഴലായി പെസഹ കുഞ്ഞാടും. സ്തോത്രം. പിന്നെ വരുമ്പോ മോശ പരിശുദ്ധാത്മാവിന് നിഴലാണ്. മോശ പരിശുദ്ധാത്മാവിന് നിഴലാണ്. പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷാ ഭാഷണങ്ങളാൽ തെളിയിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതിനെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ പറയുന്നത് വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷകളാലും. ഒരു കമന്റേറ്റർ അതിന് പറഞ്ഞ ഒരു ചെറിയൊരു ഒരു പ്രബോധനം എങ്ങനെയാണ്? സ്തോത്രം. വിജ്ഞനായ മോശ സ്തോത്രം പരിശുദ്ധാത്മാവിന് നിഴലായിരിക്കുന്നത് വളരെ ചേരായിട്ടുള്ളത്, നല്ല ചേർച്ചയായിരിക്കുന്നു. മോശയുടെ നേതൃത്വത്തിലാണ് അവിടുന്ന് പുറപ്പെട്ടു വരുന്നത്. ആട്ടിൻകുട്ടിയുടെ ചോരയാൽ വിടുവിക്കപ്പെട്ടെങ്കിലും മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ടു വരിക. ഇതുപോലെ സ്തോത്രം യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷ പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്നത്. അറിയാമല്ലോ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാണ്. അതുപോലെ യേശുവിനെ കുറിച്ച് സാക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അവരിറങ്ങി. ചെങ്കടൽ കടക്കുന്നത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കും. സ്തോത്രം. ചെങ്കടൽ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. സ്നാനത്തിന് നിഴല. ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര വിശ്വാസ ജീവിതത്തിന് നിഴല. വിശ്വാസ ജീവിതം. യോർദാൻ മരണത്തിന് സാദൃശ്യമാണ്. സ്തോത്രം. കനാനാണ് വാഗ്ദത്ത ദേശമായ സ്വർഗീയ യെരൂശലേമിന് സാദൃശ്യം. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. ഇങ്ങനെ നമുക്കത് സാദൃശ്യമായി നിഴലും പൊരുളും എന്നതിൽ നമുക്ക് പഠിക്കാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ഫറോൻ പിശാചിനും മിസ്രയീം ഈ ലോകത്തിനും പെസഹ കുഞ്ഞാട് യേശുക്രിസ്തുവിനും മോശ പരിശുദ്ധാത്മാവിനും ചെങ്കടൽ സ്നാനത്തിനും മരുഭൂമി യാത്ര വിശ്വാസ ജീവിതത്തിനും സ്വന്തം മരുഭൂമിയിൽ മന്നാ കൊടുത്തു, മേഘത്തിന് തണലിലും പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്തു പരിപാലിച്ചു. സ്തോത്രം. യോർദാൻ കടക്കുന്നത് മരണത്തിന് യോർദാൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമായി വന്നാൽ മാത്രം അല്ലെ അവിടെ പോകും. അടുത്തത് വാഗ്ദത്ത കനാൻ, വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗീയ യെരൂശലേമിന് സാദൃശ്യമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് നിഴലായിട്ട് ഇത് നിൽക്കുന്നു. അങ്ങനെ ദൈവം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. ഇസ്രായേൽ വന്ന് സീനായിൽ വെച്ച് അവര് ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു. സ്തോത്രം. ദൈവവുമായി ഒരു ഉടമ്പടി ചെയ്തു. സ്തോത്രം. അതിനുശേഷം അവിടെ വെച്ച് തന്നെ ദൈവം തന്നെ കൽപ്പനകൾ അവർക്ക് കൊടുത്തു. കൽപ്പനകൾ. പക്ഷെ ആ കൽപ്പനകൾ കൊടുത്തടത്ത് വെച്ച് തന്നെ അവർ കൽപ്പന ലംഘനം നടത്തി. ഞാനല്ലാതെ അന്യദേവൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ഇത് പറഞ്ഞിടത്ത് വെച്ച് തന്നെ വിഗ്രഹം ഉണ്ടാക്കി. നോക്കണം, മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഒരു കൽപ്പന പോലും ചുവയാതിരിക്കാൻ മനുഷ്യൻ ശക്തനല്ല. ഇത്രയൊക്കെ തെളിയിച്ചു കൊടുത്താലും പിന്നെ മനുഷ്യൻ സമ്മതിക്കില്ല.
ഒരു പറച്ചിലുണ്ടല്ലോ, മലനടിച്ച് വീണാലും കാല് മുകളില എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു പറഞ്ഞ പോലെ. എന്നാൽ പോലും ഞാൻ പിന്നെ ചെയ്തോളാം ചെയ്തോളാം ചെയ്തോളാം, പിന്നെ ഒരു യുഗം കൊടുക്കുക. സ്തോത്രം. നോക്കണേ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ സൂചിപ്പിച്ചായിരുന്നു. പാപപരിഹാരത്തിന് നിർദ്ദേശിക്കപ്പെട്ട വ്യവസ്ഥകൾ നമ്പരിട്ട് എഴുതി ഒടുവിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച്. ഇത് ചെയ്യുന്നവർ ഇതിനാൽ ജീവിക്കുമെന്ന് തലക്കെട്ടിട്ട് 10 കൽപ്പനകൾ നമ്പരിട്ട് എഴുതി. അതുമായി ബന്ധപ്പെട്ട യാഗങ്ങൾ, ഉത്സവങ്ങൾ എന്ന് വേണ്ട സകല വ്യവസ്ഥകൾ നമ്പരിട്ട് എഴുതി കൈകൊടുത്തു. ചെയ്യാൻ പറഞ്ഞു. പക്ഷേ മിടുമിടുക്കന്മാരായ ഇസ്രായേലിന് പോലും അത് നിവർത്തിക്കാൻ കഴിയില്ല. അത് നിവർത്തിക്കാൻ യേശു ഇവിടെ വന്നു. മത്തായി 5:17 നിർത്തട്ടെ. മത്തായി 5. നമ്മളിപ്പോ പുതിയ നിയമത്തിലോട്ട് വന്ന് കയറിയിരിക്കുക. ഞാൻ ബാക്കി ഭാഗം എല്ലാം ഓടിച്ചിങ്ങ് പോകുന്നതാണ്, കാരണം സമയം വളരെ കടന്നു പോകുന്നല്ലോ. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കണമെന്ന് വന്നു ഒന്നും നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്തിന് ഞാൻ വന്നത്. കേട്ടോ, ന്യായപ്രമാണത്തെ നീക്കാനല്ല വന്നത്, ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ. സ്തോത്രം. അങ്ങനെ പാപപരിഹാരത്തിന് നിയമിക്കപ്പെട്ട വ്യവസ്ഥകൾ നമ്പരിട്ടെഴുതി മനുഷ്യകുലത്തിലേക്കും മിടുമിടുക്കന്മാരെ യഹൂദന്മാരെ ഏൽപ്പിക്കുന്നതാണ് നാം പഴയ നിയമത്തിൽ കാണുന്നത്. അത് പാലിക്കാനുള്ള പ്രോത്സാഹനമായി ഭൗമിക നന്മകളുടെ വാഗ്ദത്തം ദൈവം കൊടുത്തു. പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ ന്യായപ്രമാണം നിവർത്തിക്കാനുള്ള പ്രോത്സാഹനമായിരുന്നു. അല്ലാതെ ഇത് ആചരിച്ചാൽ നിനക്ക് ഇന്നിന്റെ ഉയർച്ച തരാം, ഇന്നിന്റെ നന്മ തരാം, ഇന്നിന്റെ തരാം, ഇത് തെറ്റിച്ച ഇന്നിന്റെ ശിക്ഷ തരും എന്നൊക്കെ പറയുമ്പോ ഇവരെ ഭൗമികമായി ഉയർന്ന നിലവാരത്തിൽ സമ്പന്നരായി സൂക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കൽപ്പന കൊടുക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് കൽപ്പന പ്രമാണിച്ച് ജീവൻ പ്രാപിക്കാനുള്ള ഒരു പ്രോത്സാഹനമായി ഭൗമിക നന്മകളുടെ വാഗ്ദത്തം കൊടുക്കുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അതേ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ ആവർത്തിക്കപ്പെടാത്തവർ. പുതിയ നിയമത്തിലെ വാഗ്ദത്തം എന്താണ്? ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തരും. ഹല്ലേലൂയ. ഭക്തിയായി ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിരിക്കുന്നു. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ്. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. പേര് എന്റെ വാക്കിവിടെ നിർത്തട്ടെ. കർത്താവ് എങ്ങനെ ന്യായപ്രമാണം നിവർത്തിച്ചു എന്നുള്ളതും എങ്ങനെ പാപപരിഹാരം സ്തോത്രം നേടിയെന്നുള്ളതും നമുക്ക് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത നാളത്തെ ദിവസം നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. സ്തോത്രം. അവിടെ ഇന്ന് ദൈവത്തെ വിശ്വസിക്കുവാൻ നമുക്ക് മനസ്സിലാക്കാം. വിശ്വസിക്കുവാൻ, ഭൗമിക നന്മകളുടെ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ പിൻപറ്റുകയല്ല. സ്തോത്രം. കർത്താവേ, നീ എനിക്ക് ഭൗമിക നന്മ തന്നാലും തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കും. സ്തോത്രം. നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിലൊക്കെ സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഓർമ്മയില്ലേ, 100% ഒരാൾ നമ്മളെ അങ്ങോട്ട് വിശ്വസിക്കുന്നെങ്കിൽ പ്ലീസ് അല്ലേ? സ്തോത്രം. എന്തൊരു കോർഡിയൽ റിലേഷൻഷിപ്പ് അത്. നമ്മൾ കണ്ടുള്ള നിമിഷം നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. കർത്താവേ, എന്റെ ഭൗമികമായ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ സാധിക്കാൻ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു നിലയിലേക്ക് വിശ്വാസത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നത് ഞാൻ ഈ രാത്രി ഏറ്റുപാടുന്നു. വസ്തുതയെ വിശ്വസിക്കാനല്ല, അങ്ങുന്ന് എന്ന വ്യക്തിയെ വിശ്വസിക്കുവാൻ എനിക്ക് കൃപ തരണമേ. നമുക്കൊന്ന് ഏറ്റു പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രികാലം നമ്മൾ കേട്ടതായ ദൈവിക വചനത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് രാത്രികാലം കേട്ടുള്ള വിശ്വാസത്തെ കുറിച്ച്, പൂർവ്വപിതാക്കന്മാരുടെ ഹല്ലേലൂയ സ്തോത്ര ജീവിത ശരികളെ കുറിച്ചൊക്കെ നമ്മൾ ശ്രദ്ധിപ്പാൻ കർത്താവിന്റെ സന്നിധി നമ്മൾ എങ്ങനെയായിരിക്കും ഇന്ന് രാത്രികാലം നമുക്ക് അവനിൽ വിശ്വസിപ്പാൻ കഴിയുമോ? വിഷയങ്ങളൊക്കെ മനുഷ്യന്റെ ഏതെങ്കിലും ഒരു സഹോദരൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. സ്നേഹവാനായ പിതാവേ,
വീണ്ടും കർത്താവേ അടുത്ത ബാധപ്പെടുത്തെങ്കിൽ കർത്താവേ ഈ രാത്രികാലം കർത്താവേ അല്പസമയമായിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായി ഞങ്ങളെ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് കർത്താവേ സ്തോത്രം നിങ്ങളോട് ഇടപെടുന്നതിനാൽ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ ദൈവമേ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവേ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്ന കർത്താവ് ഓരോ വഴി നടത്തുന്ന ദയക്കായി സ്തുതിക്കുന്ന കർത്താവേ ദൈവമേ ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ